ഹായ്, എല്ലാവരും റിപ്പീറ്റർ കോഴ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയമാണ്. ഇത്രയും ദിവസം റിപ്പീറ്റർ കോഴ്സിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത ആളുകൾ എങ്ങനെ പെർഫോം ചെയ്തു, അവരൊക്കെ ഏതൊക്കെ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകുന്നു, അവരുടെ ആഗ്രഹങ്ങൾ എന്ത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞാൻ സ്ട്രെയിറ്റ് വരുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത ആളുകളുണ്ട്, ഇപ്പോൾ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാടേറെ കൺഫ്യൂഷനുകളാണ്. റിപ്പീറ്റർ കോഴ്സ് തന്നെ എന്താണ് എന്ന ധാരണ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, എന്തൊക്കെ പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ഈ കോഴ്സ് എത്രമാത്രം ഞങ്ങൾക്ക് എടുത്താൽ പൊങ്ങുന്ന കോഴ്സാണെന്ന് അറിഞ്ഞുകൂടാ. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു വട്ടം റിപ്പീറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സങ്കടത്തിൻ്റെ അങ്ങേ അറ്റത്തായിരിക്കും ഇരിക്കുന്നത്. ഏതെങ്കിലും വിധേന കയറിപ്പോകുമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് കയറിപ്പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം എടുത്ത എഫേർട്ട് മുഴുവനും ഈ വർഷം വീണ്ടും എടുക്കണം. ഇനി കഴിഞ്ഞ വർഷം ടോട്ടലി സ്ട്രെസ്ഡ് ആയ ഒരു അന്തരീക്ഷത്തിലാണ് പഠിച്ചതെങ്കിൽ ഒരു വർഷം കൂടി ഇനി എങ്ങനെ ആ അന്തരീക്ഷത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നുള്ള കംപ്ലീറ്റായി മൂഡ് ഔട്ടായ മാനസികാവസ്ഥയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ കൂടെ രണ്ടുപേർ ഇരിക്കുന്നുണ്ട്, ലീനയും ഫാത്തിമാലിനയും നദീമും ഇരിക്കുന്നുണ്ട്. അവരിലേക്ക് ഞാൻ വരാം. ഒരു ചായയൊക്കെ കുടിച്ചവിടെ ഇരിക്കട്ടെ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് അതിൻ്റെ തുടർച്ചയായി പറഞ്ഞിട്ട് ഇവരിലേക്ക് വരാം. ഇവരിവിടെ ഇരിക്കുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. ഇവർക്ക് നിങ്ങളോട്, ഇപ്പം ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യൽ വലിയ കാര്യമൊന്നുമല്ല എന്ന് സംസാരിക്കുമ്പോഴും അത് ചെയ്ത ആളുകളാണ് സംസാരിക്കേണ്ടത്. കാരണം എനിക്കങ്ങനെ പറഞ്ഞു തരാനേ പറ്റും. അത് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച് കുറച്ചുകൂടെ ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവരിലേക്ക് വരാം. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞങ്ങ് തീർക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണൊരു ബുദ്ധിമുട്ടുള്ള കോഴ്സൊന്നും അല്ല. നിങ്ങൾ +2 പഠിച്ച, +1 +2 പഠിച്ച അതേ കണ്ടന്റുകൾ മാത്രമേ എൻട്രൻസ് എക്സാമിന് നിങ്ങളുടെ മുമ്പിൽ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ എങ്ങനെ പഠിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ബോർഡ് എക്സാമിനൊക്കെ മാർക്ക് ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ച് കുറേ ചോദ്യങ്ങളൊക്കെ കാണാതെയൊക്കെ പഠിച്ച്, അല്ലേ, കുറേ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ പഠിച്ചിട്ട് നമ്മൾ വലിയ മാർക്കൊക്കെ വാങ്ങാൻ ശ്രമിച്ച ആളുകളാണെങ്കിൽ അതിൽ നിന്ന് തികച്ചും ഡിഫറൻ്റായ ഒന്നാണ് എൻട്രൻസ് എക്സാമിനേഷൻ. കുറച്ചുകൂടെ ആഴത്തിൽ കോൺസെപ്റ്റുകൾ അറിയേണ്ട, അതിന് ഒബ്ജക്റ്റീവ് മോഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അറിയേണ്ട, കുറച്ചുകൂടെ ടിപ്സും ട്രിക്കുകളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു പരീക്ഷ. കുറച്ചുകൂടെ സിമ്പിളായ പരീക്ഷ. നിങ്ങൾ ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായി സിൻസിയറായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാവുന്ന ഒരു പരീക്ഷയാണ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നീറ്റ് ആ അർത്ഥത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പരീക്ഷയല്ല. ഇനി എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നും ഇല്ലെങ്കിലും ആ പ്ലാനൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇയർ പ്ലാനൊക്കെ നിങ്ങൾക്ക് ആദ്യമേ തരും. നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, ഇന്ന് ഓർഡറിൽ ചാപ്റ്ററുകൾ കടന്നു പോകണം, ഇന്ന സമയമാകുമ്പോഴത്തേക്ക് ചാപ്റ്ററുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാം, അത് കഴിഞ്ഞ് റിവിഷനിലേക്ക് വരാം, ദെൻ മോക്ക് എക്സാമുകളിലേക്ക് വരാം, ഇനി അവസാന സമയത്ത് നമുക്ക് ഒരു റാപ്പിഡ് സീരീസിലൂടെയൊക്കെ കടന്നു പോകാം എന്നൊക്കെയുള്ളത് സിസ്റ്റമാറ്റിക്കായി നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് തന്നെ 2025 എൻട്രൻസ് എക്സാമിനേഷൻ ഞങ്ങൾ പറഞ്ഞേക്കുള്ളൂ. കാരണം നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതണമെന്ന ആലോചന നിങ്ങളിപ്പം നടത്തുന്നതിന് മുമ്പേ ഞങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെയാണ് ഞങ്ങളുടെ ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത, ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഒരുപാട് ടെൻഷനുകൾ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് സൂക്ഷിക്കുന്ന ആളുകളെല്ലാവരും ടെൻഷനൊന്നും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വരാം. നിങ്ങൾക്ക് വളരെ കൂളായി എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നത് വരെയുള്ള ദിവസങ്ങളെ കൊണ്ടുപോകാവുന്ന സ്ട്രാറ്റജികൾ ഇവിടെ ഇരുന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ ആദ്യത്തെ ബാച്ച് ഇതാ 15-ാം തീയതി നാളെ വരാൻ വേണ്ടി പോവുകയാണ്. ഒരുപാടേറെ കുട്ടികൾ, 2-3000 കുട്ടികൾ നാളെ തന്നെ കോഴിക്കോട്ടെ ക്യാമ്പസിൽ എത്തുന്നുണ്ട്. തൃശ്ശൂരും ട്രിവാൻഡ്രത്തും കോട്ടയത്തും ഒക്കെയുള്ള ക്യാമ്പസിൽ എത്തുന്നുണ്ട്. ഒരു വലിയ നിര വന്നിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും ആദ്യത്തെ റിപ്പീറ്റർ ബാച്ച് നാളെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്, നേരത്തെ തുടങ്ങുന്നവർ. ഇനി നാളെ മുതൽ ഇങ്ങനെ ഓരോ ദിവസങ്ങളിലായി വിവിധ ബാച്ചുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കും ഇങ്ങോട്ടേക്ക് വരാം. അതവിടെ ഇരിക്കട്ടെ. 2 കാര്യങ്ങളാണ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതായി എനിക്കെപ്പോഴും തോന്നാറുള്ളത്. ഒന്ന്, എൻട്രൻസിന് പഠിക്കുന്ന കാലയളവിൽ പഠിക്കാൻ നേരം കിട്ടാത്ത വിധത്തിൽ റെഫർ ചെയ്യേണ്ടി വരുന്ന പുസ്തകങ്ങളും ഉണ്ടാക്കേണ്ടുന്ന നോട്ടുകളുമാണ്. നമുക്ക് ആകെ കുറഞ്ഞൊരു സമയം മാത്രമേ ഉള്ളൂ. ഒരുപാടേറെ ചാപ്റ്ററുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഈ ചാപ്റ്ററുകൾ ഓരോന്നും പഠിക്കാൻ നമ്മൾ ഒരുപാടേറെ പുസ്തകങ്ങൾ പലപ്പോഴും റെഫർ ചെയ്യേണ്ടി വരും. NCERT ടെക്സ്റ്റ് റെഫർ ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും അത് മതിയാവില്ല നമുക്ക്. നമ്മൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകൾ, പല പബ്ലിക്കേഷൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പോൾ NCERT ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞ് ഒരു സെറ്റ് പുസ്തകങ്ങൾ ഒരു സൈഡിൽ ഇറങ്ങുന്നുണ്ട്.
അല്ലെ, അരിഹന്ത് പബ്ലിക്കേഷൻ്റെത്, MTG പബ്ലിക്കേഷൻ, ഒരുപാടേറെ പബ്ലിക്കേഷനുകളുടെ പുസ്തകങ്ങൾ വിപണിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നിടത്ത്, ഇപ്പോൾ സൈലത്തിലുണ്ട് കേട്ടോ, സൈലത്തിൽ എല്ലാ ഹോസ്റ്റലുകളിലും ഒരു ലൈബ്രറി, ഹോസ്റ്റൽ വൈസ് ലൈബ്രറി ഉണ്ട്. അതിനകത്ത് ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു പുസ്തകം എടുത്ത് റെഫർ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മതിയാവും, പക്ഷേ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരില്ല. നിങ്ങൾ ആദ്യത്തെ പുസ്തകം എടുക്കും, അതിനകത്തൊരു ചാപ്റ്ററിനുള്ളത്തുള്ള തിയറി ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കും, എന്നിട്ട് ആ തിയറി മൊത്തം നോക്കും. അപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് മതിയോ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, അപ്പോൾ നമ്മളത് മാറ്റി വെക്കും, അടുത്ത പുസ്തകം എടുക്കും. ആദ്യത്തിൽ വിട്ടുപോയത് എന്ത് എന്ന് നമ്മൾ പെറുക്കിയെടുത്ത് വീണ്ടും നമ്മളത് എഴുതും. അല്ല, ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത്, അത് എഴുതും. പിന്നെ അടുത്ത പുസ്തകം എടുക്കും. ഒരു ഷെൽഫിനകത്ത് കെമിസ്ട്രിയുടെ 10 പുസ്തകം വെച്ചിട്ടുണ്ടെങ്കിൽ കുടുങ്ങി. 10 പുസ്തകവും ഓടിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് വരും, ഒരു മനസ്സമാധാനം വരും. നമ്മൾ ഈ പണിയാണ് എടുക്കുക. എന്നിട്ട് ഇത് തിയറി തയ്യാറാക്കാനാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് NCERT ടെക്സ്റ്റിൽ മൊത്തം വായിച്ചു നോക്കി അതിനകത്തുള്ള കണ്ടന്റ് ഒക്കെ എഴുതിയെടുത്തു. NCERTക്ക് പുറത്ത് നിന്ന് ചോദിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ അടുത്ത പ്രശ്നം. ഒരിക്കലും ചോദിച്ചിട്ടുണ്ടാകില്ല, എന്നാലും നമ്മൾ ചിന്തിക്കും എൻട്രൻസ് ആണ്, ആകെ ഒരു കൊല്ലേ ഉള്ളൂ, ഇനിയെങ്ങാനും ചോദിച്ചാലോ എന്ന് വിചാരിച്ച് പുറത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വേറെ തന്നെ നോട്ടിനൊക്കെ എഴുതി പുറത്തു നിന്നുള്ള ഭാഗങ്ങൾ എഴുതി വെക്കും. ഇവരുടെയൊക്കെ നോട്ട് ഞാൻ എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയും ആധികാരികമായി ഇവർ പ്രിപ്പയർ ചെയ്ത നോട്ട് വെച്ചിട്ട് ഇവർക്ക് PhD വരെ കിട്ടേണ്ടതാണ്. അങ്ങനെ പഠിക്കും ഒരു പാഠത്തിന്. എന്നിട്ട് അതിന് ശേഷം പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്ത് നോക്കും. ഓരോ പുസ്തകത്തില് ഒരു ചാപ്റ്ററിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന സമയം ഹ്യൂജ് ടൈം ആയിരിക്കും. ഇങ്ങനെ സ്പെൻഡ് ചെയ്താണ് ഓരോ ചാപ്റ്ററുകളും കടന്നു പോവുക. അവസാനം എത്തുമ്പോൾ കുറച്ച് ചാപ്റ്റർ പെൻഡിങ് കിടക്കുന്നവരുണ്ടാവും. ഒരിക്കലും വീണ്ടും തിരിച്ച് ആദ്യം മുതൽ റിവൈസ് ചെയ്ത് വരാൻ കഴിയാത്ത വിധത്തിൽ എൻട്രൻസ് അടുപ്പിച്ചാണ് ഈ സ്ട്രാറ്റജി നമ്മൾ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇത്രയും പാഠങ്ങൾ ഇത്രയും ആഴത്ത് പഠിക്കുകയാണെങ്കിൽ എൻട്രൻസിന്റെ തലേന്ന് വരെ ഇങ്ങനെ പഠിക്കേണ്ടി വരും. പിന്നെ നമുക്ക് റിവൈസ് ചെയ്യാൻ നേരെ ഉണ്ടാവില്ല, മോക്ക് എക്സാമിനേഷൻ ആത്മാർത്ഥമായി എഴുതാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പരീക്ഷ കട്ട് ചെയ്യും, റിവിഷൻ കട്ട് ചെയ്യും. എന്നിട്ട് അപ്പോഴും നമ്മളിരുന്ന് ഓരോ പാഠങ്ങളായി പഠിക്കുന്നുണ്ടാവും. അതൊരിക്കലും എൻട്രൻസിന് നല്ല സ്ട്രാറ്റജി അല്ല. ദൗർഭാഗ്യവശാൽ ഇതാണ് ഒരു എൻട്രൻസ് സ്റ്റുഡൻറ്റിൻ്റെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത്. ഈ ഡെയിലി ലൈഫ് ഒന്ന് മാറ്റണം എന്ന് തീരുമാനിച്ചാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ DPP കൊടുക്കാം, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസിനെ. DPP എന്നൊക്കെ പറയുന്ന വേർഡൊക്കെ ഇവിടെ ഫെമിലിയർ ആയി, ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാലമായി DPP എന്ന്. പക്ഷെ ആ DPP അല്ല സൈലത്തിൻ്റെ DPP എന്ന് പറയുന്നത്. സൈലത്തിൻ്റെ DPP എന്ന് പറയുന്നത് കൃത്യമായി ഒരു ഹൈബ്രിഡിൽ എങ്ങനെ കുട്ടി പഠിക്കണം എന്ന് പ്ലാൻ ചെയ്ത് തന്നെ ഉണ്ടാക്കിയ DPP. ഉദാഹരണത്തിന് ഇപ്പോൾ റൊട്ടേഷണൽ മോഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയുള്ളൂ, ബാക്കിയൊക്കെ ഇവരാണ് പറയുന്നത്. ഇപ്പോൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ചാപ്റ്ററിൻ്റെ DPP എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് അല്ല, അതിന് താഴെ ഓർഗാനിക് കെമിസ്ട്രി കാണുന്നുണ്ട്, എന്നാലും കയ്യിലെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണേ. എന്ന് പറഞ്ഞാൽ ഫിസിക്സ് അറിഞ്ഞുകൂടാത്ത എനിക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. നിങ്ങൾ നോക്കിയാൽ ഇതിൽ ആദ്യത്തെ പേജിൽ നിങ്ങൾ Day 1 എന്ന് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. Day 1 നിങ്ങൾ നോക്കിയാൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഹെഡിങ്, നിങ്ങൾക്ക് ഫിസിക്സ് അറിയാം, എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ്റെ ആദ്യത്തെ ടോപ്പിക് സെൻറ്റർ ഓഫ് മാസിൻ്റെ തിയറി ആയത്, അതിങ്ങനെ കൊടുത്തിട്ടുണ്ട് തിയറി. അതിന് ശേഷം അടുത്ത തിയററ്റിക്കൽ കോൺസെപ്റ്റ്, അതിൽ പഠിക്കേണ്ട പോയിന്റുകളെല്ലാം കളർഫുള്ളായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗ്രാഫൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ ഒരു വീഡിയോയുടെ ചിത്രവും കൊടുത്തിട്ട്, ഇതാണ് ക്യാമറ വെച്ച വീഡിയോയുടെ ചിത്രവും കൊടുത്തിട്ട് ഒരു ചോദ്യവും അത് ചെയ്യാനുള്ള സ്പേസും വിട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒന്നാമത്തെ ഡേ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുൻപേ വീഡിയോ ക്ലാസ്സിൽ കാണുന്ന തിയറിയാണ് എഴുതിയിരിക്കുന്നത് റൊട്ടേഷണൽ മോഷൻ്റെ. ഈ തിയറി മുഴുവനും നിങ്ങൾ വായിച്ചു നോക്കി ഇവിടെ എത്തുമ്പോൾ നിങ്ങളുടെ വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് വരും, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും. വീഡിയോ ക്ലാസ്സിൽ ടീച്ചർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങളിവിടെ സ്വയം നിങ്ങൾ ചെയ്തു നോക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 3, 4 ഇങ്ങനെ നിങ്ങൾക്ക് 5 ചോദ്യം ആദ്യത്തെ ഭാഗത്ത് നിന്ന് കാണാം. അതിനുശേഷം എന്താ ഇത് പോയിന്റ് സിസ്റ്റം, 2 പോയിന്റ് സിസ്റ്റം, ഫിസിക്സ് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് സിസ്റ്റം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ തിയറി പറയുന്നില്ല. NCERT ഉള്ള ഒരു സംഭവമല്ലേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, NCERT നോക്കിയ 2 പോയിന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എൻട്രൻസിന്റെ പല പുസ്തകം നോക്കുമ്പോഴും നമുക്ക് പല പ്രോബ്ലം ചെയ്യുമ്പോഴും അതിലേക്ക് ആവശ്യമുള്ള കോൺസെപ്റ്റ് നമ്മളൊരു കോൺസെപ്റ്റ് ആക്കി ഇതിലേക്ക് അപ്ലൈ ചെയ്തേക്കുക, ഓൾറെഡി പഠിപ്പിക്കുകയാണ്, സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്യാനാക്കുകയാണ്. NCERT-ന്റെ ഉള്ളിലുണ്ട്, നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണത്തില്ല, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷെ ഇതൊരു സംഭവം കണ്ട ഒരു കുട്ടി പിന്നീട് ഇതിന്റെ ഏത് ഹയർ ലെവലിലേക്ക് വേണമെങ്കിലും അവന്റെ ഹാർഡ് വർക്ക് കൊണ്ട് പിന്നീട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അധികം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നേരെ നോക്കിയാൽ നിങ്ങൾ ഇത് കാണൂല. അതിനുള്ളിലുണ്ട്
ഉള്ളിൽ നോക്കിയാലും നിങ്ങൾ കാണൂല. പക്ഷെ അതിനെ 2 പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലാക്കി സെപ്പറേറ്റ് തിയറി ആക്കി DPക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ ഈ ടൈപ്പിലുള്ള എന്ത് ക്വസ്റ്റ്യനും ചെയ്യാനുള്ള കാപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾ അത് മാത്രമല്ല ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാർ കാണിച്ചില്ല, വെച്ചാൽ കാണിച്ചത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാ. ഈ ഒരു JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻ വെച്ചൊരു സ്ഥാപനം ഫസ്റ്റ് ക്വസ്റ്റ്യൻ JEE മെയിൻസിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുക. അവിടെ നിന്നുള്ള ഏറ്റവും എളുപ്പം മുതൽ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ വരെ ടീച്ചേഴ്സ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടി എന്താ പറയുക ഫിൽട്ടർ ചെയ്ത് തന്നേക്കുക. നമ്മളിപ്പോൾ ഒരു എൻട്രൻസ് ബുക്ക് നോക്കിയാൽ ഫസ്റ്റ് തന്നെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ ഒരു എളുപ്പം ഉണ്ടാവും, പിന്നെ ടഫ് ഉണ്ടാവും. ഒരു 3 ചെയ്ത് 4 ചെയ്ത് കിട്ടുന്നില്ല, 5 ചെയ്ത് കിട്ടുന്നില്ല, പറ്റൂല, മടക്കി വെച്ച്. DPP അതല്ല. DPP ഏതോ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ പല ബുക്സ് ടീച്ചേഴ്സ് റെഫർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് തന്നേക്കുക. എന്നുവെച്ചാൽ ഈ ഒരു സംഭവം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നദീം പറയുന്നതിന്റെ ആവേശം നിങ്ങൾക്ക് കാണണം. ഓക്കെ, ഞാൻ നദീമിലേക്ക് ഇപ്പൊ മടങ്ങി വരാം. അപ്പോൾ 2 പോയിന്റ് സിസ്റ്റം, 2 പോയിന്റ് സിസ്റ്റത്തിലെ ചോദ്യം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഭയങ്കര കളർഫുൾ ഒക്കെ ആയി ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇവിടം വരെ പോയി, 8 വരെ. ഇതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ടീച്ചറുടെ ചിത്രവും ഒരു ബോർഡിന്റെ ചിത്രവും കാണാം, അതായത് വീഡിയോ കഴിഞ്ഞു. ഇതിനെ തുടർന്ന് പിറ്റേ ദിവസം, അതായത് ഡേ 1 നിങ്ങൾ ക്ലാസ്സിൽ വരും. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എടുക്കേണ്ട പണിയാണ് ഇവിടെ വരെ. അതിനുശേഷം നിങ്ങൾ ക്ലാസ് റൂമിൽ വന്നാൽ ക്ലാസ് റൂമിലെ ടീച്ചർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ തിയറി നിങ്ങൾ ഓൾറെഡി പഠിച്ചു, വീഡിയോ ക്ലാസ് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. പിറ്റേ ദിവസമാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നിങ്ങൾ ക്ലാസ്സിൽ വരിക. ഒരു ദിവസം നിങ്ങൾ ഹോസ്റ്റലിലും, സെക്കൻഡ് ഡേ നിങ്ങൾ ക്ലാസ് റൂമിലാണ്. വീണ്ടും നിങ്ങളുടെ ടീച്ചർ വന്ന് ഈ തിയറി മുഴുവൻ പറഞ്ഞിട്ട് ടീച്ചർ വീഡിയോയിലെ ക്വസ്റ്റ്യൻ അങ്ങ് കട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. നേരെ ജമ്പ് ചെയ്യുക ഈ ക്വസ്റ്റ്യനിലേക്കാണ്. ഇത് ഈ ക്വസ്റ്റ്യനുകളുടെ തുടർച്ചയാണ്. അപ്പോഴേക്കും നിങ്ങളത് കൃത്യമായി പഠിച്ചുറപ്പിച്ച് ക്ലാസ്സിൽ വന്നവരായിരിക്കും. നിങ്ങൾ ഇതിനു മുമ്പേ ഇതേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് തിയറിയൊക്കെ കേട്ട് വന്നിരിക്കുക. ആ ഇരിക്കുന്ന നിങ്ങളോട് ടീച്ചർ ഒന്നുകൂടെ ആ തിയറി പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ തലേന്ന് കണ്ട തിയറി കംപ്ലീറ്റ് കടന്നു പോകും. നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ കടന്നു പോകും. ടീച്ചർ നേരെ അതിന്റെ തുടർച്ചയായ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കും. അത് മാത്രമല്ല, വരുന്ന ടീച്ചർ അത്ര പ്രിപ്പയർ ചെയ്തിട്ടാ വരുക. നമ്മൾ തലേന്ന് പഠിച്ചതാണ്, അവർ ഭയങ്കരമായ സംശയങ്ങൾ പഠിച്ചു അല്ലെ, ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു, അതിനകത്ത് എന്തൊക്കെ ചോദിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്ത ടീച്ചർ വരുന്നത്. അപ്പം ക്ലാസ് എന്ന് വെച്ചാൽ ബാക്കി എവിടെ കൊണ്ടുപോകുന്നതിനെ കാണും അത്രയും പ്രിപ്പയർ ചെയ്ത ടീച്ചർ വരുമ്പോൾ അത് അത്രയും നമുക്കും ബെനിഫിറ്റ് ആണ്. അതുപോലെ നമുക്ക് തന്നെ ബെനിഫിറ്റ്. ഇവർ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എൻട്രൻസ് ടീച്ചേഴ്സിന്റെ ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കുറെ വർഷമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു മരുന്നൊക്കെ വെക്കുന്ന പോലെ ഒരു സാധനം ഉണ്ടാവും, അതിങ്ങനെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യും എല്ലായിടത്തും. അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം കുട്ടിക്ക് എന്ത് പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാ, കുട്ടി ഏത് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ചെയ്താൽ എൻട്രൻസ് കിട്ടണം എന്ന് അറിഞ്ഞുകൂടാ. പകരം നമുക്കറിയാവുന്ന ഒരു സബ്ജക്റ്റും നമ്മളൊരു മിനിമം ക്വസ്റ്റ്യനും ക്ലാസ് റൂമിലങ്ങ് പ്രസന്റ് ചെയ്യും. ഇതാണ് കോച്ചിങ്. നമ്മൾ എവിടെ കോച്ചിങ്ങിന്റെ ക്ലാസിന്റെ സ്വഭാവം നോക്കിയാലും എന്നെ കേൾക്കുന്നവരിൽ എൻട്രൻസ് ടീച്ചേഴ്സും ഉണ്ടാവും. എങ്ങനെയാണ് എടുക്കാറുള്ളതെന്ന് ആലോചിച്ചു. ആദ്യം ക്ലാസ്സിൽ വരും. ഇപ്പോൾ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ റൊട്ടേഷണൽ മോഷന്റെ തിയറി ഇങ്ങനെ എടുത്തു. തിയറി കഴിഞ്ഞാൽ ഒരു 10-100 ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് നിന്ന് ചെയ്യും. ക്ലാസ് കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും നല്ല കുട്ടികളെ മാത്രം ഫിൽട്ടർ ചെയ്ത് വേറെ ക്ലാസ്സിലിട്ട് അവർക്ക് നല്ല ക്വസ്റ്റ്യൻ, ബാക്കിയുള്ള ഉള്ള 15,000 കുട്ടികളാണ് 15,000 കുട്ടികൾ പഠിക്കുന്ന സെയിം DPP ആണ്. അതാണ് അടുത്ത പോയി. ഇത് ഞാൻ പറയേണ്ടതല്ല. അപ്പൊ അതും ഇവര് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ നല്ലത് മോശമൊന്നും ഇല്ലാതെ എല്ലാവരും ഇതേ DPP ആണ് പഠിച്ചത്, എല്ലാവരും ഇതേ തിയറിയാണ് കേട്ടത്. ഹൈബ്രിഡിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് അതാണ്. കാരണം ഹൈബ്രിഡിൽ ഓൺലൈൻ പ്ലസ് ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ ഓൺലൈൻ ക്ലാസ്, എല്ലാവർക്കും അതിന്റെ തുടർച്ചയായി ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരേ സ്ട്രാറ്റജി, ഒരേപോലെ ചാപ്റ്ററുകൾ മുന്നോട്ട് പോകുന്നു. ഒന്നിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രിഫറൻസുകളൊന്നും കൊടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് ആ ക്ലാസ് പോവുക. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന ആ എൻട്രൻസ് സിസ്റ്റം അല്ല ഇവിടെ. ഇവർ പറഞ്ഞ പോലെ ഇവരെന്ത് വീഡിയോ ക്ലാസ് കണ്ടു, ഇവരേത് ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കി വേണം ടീച്ചർ പിറ്റേന്ന് ക്ലാസ് റൂമിൽ വരാൻ. ഇല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ടീച്ചർ പതറിപ്പോ. അതുകൊണ്ട് അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണ് സൈലത്തിന്റെ ക്ലാസ് റൂമിലേക്ക് ടീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ക്ലാസ് റൂമിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ഭാഗത്തിൽ. ഇനി അടുത്ത ഭാഗം നിങ്ങൾ നോക്കി, ഇതൊക്കെ ഡേ 1. അടുത്ത ഭാഗത്തെ തിയറി നിങ്ങൾ നോക്കുക, വളരെ ക്ലാരിറ്റിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തിയറി. റെഡി? അതിന്റെ വീഡിയോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. അതിന്റെ അടുത്ത ഭാഗം ഒരു കുഞ്ഞു തിയറി, എഗെയിൻ അതിന്റെ വീഡിയോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ദെൻ ക്ലാസ് റൂം ക്വസ്റ്റ്യൻ ആരംഭിച്ചു. ഇവിടുന്ന് ഇങ്ങനെ കടന്നുപോയി നിങ്ങൾ നോക്കിയാൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അഡീഷണലായി എഴുതാനുള്ള സ്ഥലമുണ്ട് അല്ലെ, സ്പേസ് ഫോർ റെഫറൻസും. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ നീറ്റ് നിലവാരത്തിന് മുകളിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഒരു നോർമൽ നീറ്റ് ബുക്ക് നോക്കിയാൽ, ഒരു നീറ്റിന്റെ പ്രീവിയസ് ഇയർ ബുക്സോ
അതിനെല്ലാം ഒരു NCERT എക്സ്ട്രാക്റ്റോ അത് നോക്കി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റില്ല. ജെയ് മെയിൻസിലോ അതിന്റെ മുകളിലോട്ട് പോയാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതും നീറ്റിലേക്ക് വരാലോ ലെവൽ 1 തൊട്ടിട്ട് അങ്ങേ ഹയർ ലെവൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫ്രം ദ ബേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ കാണിച്ചത് ഈ വർഷം ഫിസിക്സിന്റെ ചില കോൺട്രവേഴ്സി വന്നിരുന്നു. അതായത് ചില പാഠങ്ങൾ NCERTക്ക് പുറത്ത് നിന്ന് ചില 1-2 ചോദ്യങ്ങൾ ചോദിച്ചു പോയി. അത് പറയുമ്പോൾ നമ്മളെ ഫിസിക്സ് ടീച്ചേഴ്സ് പറയുന്നുണ്ടായിരുന്നു, അല്ലെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിപ്പിച്ച അതുകൊണ്ട് നമ്മളെ മക്കൾ അത് എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സിൽ അത് ന്യൂക്ലിയസ് വന്ന ആ ക്വസ്റ്റ്യൻ അത് നമ്മുടെ ക്ലാസ് പഠിപ്പിച്ചില്ല, പക്ഷെ അത് ഫമീൽ സാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ LMRക്ക് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ LMRക്ക് റിവിഷന്റെ ക്ലാസ്സിൽ ആ തിയറി മൊത്തം പറയുന്നുണ്ട്. സാർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഫമീൽ സാർ ആ എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഔട്ടാണെന്ന് പറയുമ്പോൾ ഫമീൽ സാർ പറഞ്ഞു എനിക്ക് അഭിപ്രായം ഇല്ല, ആ ക്വസ്റ്റ്യൻ നമ്മളെ കുറിച്ച് ചെയ്യും എന്ന് പറഞ്ഞു. ചെയ്യൂ എന്ന് മാത്രമല്ല സാർ പറഞ്ഞത്, നിങ്ങൾ നോക്കിക്കോ NT ആ ക്വസ്റ്റ്യൻ ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല എന്നും ഫമീൽ സാർ പറഞ്ഞു. അത്രമേൽ അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ കെമിസ്ട്രിയിൽ പല സ്ഥലത്തായിട്ട് റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഹീലിയം പുറത്തു വരുന്നതാണ് ആൽഫ DK മറ്റേ ബീറ്റ DK. കെമിസ്ട്രിയിൽ പല സ്ഥലത്തായിട്ട് അത് ചെറിയ ചെറിയ പോയിന്റ്സ് പറയുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് അത് എന്തായാലും കാണത്തില്ല, ബട്ട് നമ്മൾ അത് ടീച്ചേഴ്സ് എന്തായിരുന്നുണ്ട് അല്ലാതെ ക്ലാസ് റൂം പറയുന്നുണ്ടെന്നല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിയറിയും ക്വസ്റ്റ്യനും. അപ്പൊ ഈ ഡേ 1 കഴിയുമ്പോഴത്തേക്ക് തന്നെ 38 ക്വസ്റ്റ്യൻ ആയി ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ. ഇത് മാത്രമല്ല, നമ്മൾ സൈലത്തിന്റെ മെറ്റീരിയല് ഈ ടോപ്പിക്കായിട്ട് ഓരോ സൈലത്തിന്റെ മെറ്റീരിയൽ നീറ്റ് 35 ഇയേഴ്സും നമ്മുടെ സൈലം ഫിസിക്സോ അല്ല മെറ്റീരിയലും രണ്ടിലും ഈ ടോപ്പിക്കിലായിട്ട് ഒരു 50 ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസ് ഇയറിൽ ഒരു 20 ക്വസ്റ്റ്യൻ, 50, 20, 70, 38 108 ക്വസ്റ്റ്യന്റെ അടുത്ത് ഏകദേശം ആ ഡേ നമ്മൾ കഴിഞ്ഞു. പിന്നെ തിരിച്ചു വന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ ഒരു ടോപ്പിക്കിൽ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് കോൺഫിഡന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കണേ, ആ കോൺഫിഡൻസ് അവരുടെ മുഖത്തും അവരുടെ കമ്മ്യൂണിക്കേഷനിലും ഉണ്ട്. അപ്പൊ ഡേ 1 ഇവിടെ കഴിഞ്ഞ് എന്തെങ്കിലും അഡീഷണൽ ആണെങ്കിൽ എഴുതിയൊക്കെ എടുത്ത് അങ്ങനെയാണ് സൈലത്തിന്റെ കുട്ടി ക്ലാസ് റൂമിൽ നിന്ന് പോവുക. ഓക്കെ, അത് കഴിഞ്ഞ് ഡേ 2 സെക്കൻഡ് ഡേയിൽ അപ്പൊ നിങ്ങൾ ഇതും കഴിഞ്ഞ് പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം അവധി ഹോസ്റ്റൽ അല്ലേ. ഹോസ്റ്റലിൽ പോയി നിങ്ങൾ വീഡിയോയിൽ ക്ലാസ് വീണ്ടും കാണും. വീഡിയോയിൽ ക്ലാസ് കണ്ട് ഇതേ പ്രൊസീജിയർ ക്വസ്റ്റ്യൻസ് വീണ്ടും വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത് മുഴുവൻ ചെയ്ത് ഉറപ്പിച്ച്, ഇതൊക്കെ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം. ഇവിടം വരെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ ഇങ്ങനെ കടന്നു പോയി. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇങ്ങനെ എല്ലാം എന്തായാലും ഈ ഒരു ലെവലിലേ കിട്ടൂല. ഇത് NCERTയിലെ ബാക്ക് എക്സൈലെ ക്വസ്റ്റ്യൻ ആണ്. ആ ബാക്ക് എക്സൈലെ ക്വസ്റ്റ്യൻ നമുക്ക് നീറ്റിന് എങ്ങനെ വരാന്നുള്ള അതുപോലെ ഒബ്ജക്റ്റീവ് ആക്കി പ്രിപ്പയർ ജാബിർ സാറാന്ന് തോന്നുന്നത് പ്രിപ്പയർ ചെയ്ത് എന്റെ ഓർമ്മ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഒരു കുട്ടിക്ക് വേണ്ടി ഒരു ടീച്ചർ ഇത് തയ്യാറാക്കിയിട്ടുണ്ടാവുക. സൈലത്തിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉറങ്ങാതെ ഇരുന്ന് ഇത് തയ്യാറാക്കുന്നത്, പുലരും വരെ ഇരുന്ന് ഇത് തയ്യാറാക്കുന്നത് ഞാനൊക്കെ കണ്ടു വന്നതാ. ഫസ്റ്റ് ഇയർ ഇവിടെ ഉള്ള രണ്ടാമത്തെ കൊല്ലം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ ഇവിടെ ഉള്ള അതേ ടീച്ചേഴ്സ് തന്നെ. നമ്മൾ ചിലപ്പോൾ തലേന്ന് വന്ന ടീച്ചേഴ്സ് അതേ ഡ്രസ്സിൽ നമുക്ക് അടുത്ത ദിവസം വേണമെങ്കിൽ ഹോസ്റ്റലിൽ വന്നാ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അപ്പോ നിങ്ങൾ നോക്കേണ്ടത് കുളിക്കുക പോലും ചെയ്യാൻ പറ്റാതെ ഒരു ഡ്രസ് ഇട്ട് സൈലത്തിൽ വന്നിട്ട് പുലരും വരെ ഇരുന്ന് ഇത് തയ്യാറാക്കിയിട്ട് പിറ്റേന്ന് അതേ ഡ്രസ്സിൽ ക്യാമ്പസിൽ ടീച്ചേഴ്സിനെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് റൊട്ടേഷണൽ മോഷന്റെ ക്വസ്റ്റ്യൻ മാത്രമാണെന്ന് വിചാരിക്കും. ഇത് റൊട്ടേഷണൽ മോഷൻ അല്ല. താഴെ കാണുന്നത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്, അതിന്റെ താഴെ കാണുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്, വേവ്സ് ആണ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് NCERT ഡയറക്റ്റ് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കളർ ബ്ലൈൻഡ്നെസ് അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും, അതിന്റെ ക്രോസ് ഉൾപ്പെടെ രമ ടീച്ചർ നമ്മുടെ NCERT ആകെ 2 ഇത് എന്തേ ഉള്ളൂ, ജനറ്റിക്കിന്റെ പെഡിഗ്രി അനാലിസേ ഉള്ളൂ. അതിന്റെ ഏത് ലെവൽ അനാലിസും അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ തന്നെ ഏത് ലെവലിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഒരു കളർ ബ്ലൈൻഡ്നെസ് എങ്ങനെ ക്രോസ് NCERTയിൽ ചെറിയ 2 ക്രോസേ പഠിപ്പിക്കുന്നുള്ളൂ. ഇപ്പോ ഇവിടെ ആകുമ്പോ അതിന്റെ എല്ലാ മെറ്റീരിയലിന്റെ കളറൊക്കെ കാണാൻ അല്ലേ, കണ്ടാ വായിച്ചു അത്രേ ഉള്ളൂ. നമ്മളൊരു ബാലർ വായിച്ചാ രണ്ടാമത് വായിക്കില്ലേ, അതേ ഒരു ഫീലാണ്. നമ്മൾ NCERT ഒരു വട്ടം വായിച്ചാൽ തയ്യാറാക്കിയ പോലെ ഉണ്ട്. നിങ്ങൾ ഇതിന്റെ കളറൊക്കെ ഞാൻ ചുമ്മാ ബയോളജി ഒന്നും എനിക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആകെ കെമിസ്ട്രി എനിക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഇത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് നിങ്ങൾ നോക്കി ഇതിന്റെ ഭയങ്കര കളർഫുൾ ആയിട്ട് അത് പഠിപ്പിക്കുന്നത് ഇവരെ പോലെ ചെറിയ മക്കളെയാണ്. നദിയും ഇച്ചിരി വലുതായി അല്ലേ, ചെറുതായിട്ടാണ്, പക്ഷെ
നദീവിന് അങ്ങനത്തെ ഒരു കഥയും കൂടെ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് വരാം. 1-2 കൊല്ലമൊക്കെ വോളിബോളല്ലേ കളിച്ചത് അല്ലേ? വോളിബോളൊക്കെ കളിച്ചിട്ട് പിന്നെ എൻട്രൻസ് എഴുതി കളയാനൊക്കെ തീരുമാനിച്ചു വന്നു. അതുകൊണ്ട് നദീം ഖാന്നൊക്കെയാണ് കൂടെയുള്ള ആളുകൾ വിളിച്ചോണ്ടിരുന്നത് ഹോസ്റ്റലിൽ. ലിന പക്ഷെ ഒന്നുമില്ല, നേരെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് അല്ലേ? ശരി, അതാണ് കേട്ടോ. പിന്നെ നദീമിന്റെ വീട്ടിൽ നദീമേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റയാളാണ്. ഉമ്മ ഇങ്ങനെ നദീമിനെ താലോചിച്ച് നദീം ഓരോ കൊല്ലം കഴിയുമ്പോഴും ചെറുതായി വരികയാണ്, പ്രായം കൂടിയല്ല വരുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കും, ഭയങ്കര രസമായി. ഒരു കുട്ടിക്ക് കണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്ന രൂപത്തിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കളർ ബ്ലൈൻഡ്നെസ് ക്രോസ്. നമ്മുടെ എൻട്രൻസിൽ എപ്പോ നോക്കിയാലും ഒരു കളർ ബ്ലൈൻഡ്നെസിന്റെ ഒരു പേഴ്സന്റേജ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. NCERT അതിനെപ്പറ്റി ഡയറക്റ്റ് യാതൊരു മെൻഷനും ഇല്ല. അതേ സ്ഥാനത്ത് ഈ ഒരു ക്രോസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് തന്നേക്കുക. എന്ന് വെച്ചാൽ എല്ലാവരും ടഫ് പറയുന്ന ചാപ്റ്ററാണ് ജെനറ്റിക്സ്. അതാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. അല്ലെങ്കിൽ ബാക്കിയൊരു പറഞ്ഞാൽ അവർക്ക് അത്ര മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇത് അങ്ങനെയല്ലല്ലോ, എല്ലാവരും ജെനറ്റിക്സ് ഭയങ്കര ടഫാണ്, അതുകൊണ്ട് എടുത്തതാ. ഇതിനെ കുറിച്ച് രമാദേവി ടീച്ചറോട് ഈ മെറ്റീരിയൽ തയ്യാറാക്കിയപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഇനി അഥവാ വിട്ടുപോയാലും. അപ്പോഴും ടീച്ചർ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു സംഗതി ഇല്ല മാഷേ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വിട്ടുപോവില്ല. ഒന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മറ്റും റെഫർ ചെയ്തിട്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ ഒരു ടോപ്പിക് വരാണ്ട് ഒരു ടോപ്പിക് പോലും ക്ലാസ്സിൽ വിട്ടുപോയില്ല. ഓൺലൈൻ ക്ലാസ്, രണ്ടാമത്തെ ഓഫ്ലൈൻ ക്ലാസ്, അതിന്റെ ഇടയിൽ വിട്ടുപോകാൻ ഒരു സ്കോപ്പും കാണുന്നില്ല. ഇനി അതുമല്ലെങ്കിൽ ലിനയെ കുറിച്ച് പറയുമ്പോൾ ഇവരൊക്കെ 700ന്റെ റേഞ്ചിലേക്ക് എത്തി നിന്നതിന് ശേഷമാണ് ഇത് സംസാരിക്കുന്നത്. അതായത് DPP മാത്രം പഠിച്ച് കോൺഫിഡൻസോടുകൂടി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്താണ് ഇത് പറയാനുള്ള അവകാശം എന്നുള്ളൊരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് നിങ്ങൾ സ്വപ്നം കാണുന്ന മാർക്ക് ഈ നീറ്റിൽ അച്ചീവ് ചെയ്തിട്ടിരിക്കുന്ന ഇവർക്കാണ് ഇത് പറയാനുള്ള അവകാശം. സത്യത്തിൽ എനിക്ക് അവകാശമില്ല, എനിക്ക് ഇതിനെ പുറത്ത് നിന്ന് പറയാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഇവര് പറയുന്നത് ഞാനും കേൾക്കുകയാണ് ചെയ്യുന്നത്. പോട്ടെ, അതാദ്യം പറ. കുട്ടികൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഇതാ. അപ്പോൾ അതൊക്കെ NCERT-യിലുള്ള ഡയറക്റ്റ് വേർഡ്സ് അതൊക്കെ മാറ്റി ടീച്ചേഴ്സിന്റെ ഭാഷയാക്കി നമുക്ക് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. എനിക്കൊന്ന് ജെനറ്റിക്സ് മാത്രം ഉണ്ട് ഒരു 60 പേജിന്റെ മുകളിൽ, 57-60 പേജ്. 8 ഡേ എന്ന് പറയുമ്പോൾ 8 ഡേ എന്ന് പറയുമ്പോൾ 8 ഡേ ഓൺലൈൻ 8 ഡേ ഓഫ്ലൈൻ 16 ദിവസം വെച്ചിട്ട് ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. 16 ദിവസത്തില് ആ കുട്ടി എന്തോരം ക്വസ്റ്റ്യൻ ചെയ്യും. 8 ഡേ ഉണ്ടായിരുന്നു. 2 ചാപ്റ്റർ 8 വീതം ആണല്ലേ? അപ്പൊ മോളിക്കുലർ ബേസിസും ഇതും കൂടെ വരുമ്പോഴേക്ക് 8 to 16 ഇരട്ടി 32 ഡേ കൊണ്ടാണ് നമ്മൾ ജെനറ്റിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വേറെ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടാവും? ഒരു മാസം. അതിന്റെ ഇടയിൽ നല്ല കാലിബറുള്ള കുട്ടികൾ കുറച്ചും കൂടെ നേരത്തെ തന്നെ പഠിച്ച് ടീച്ചേഴ്സിനോട് പോയി അതിന് ഡൗട്ട് ചോദിച്ച്. അല്ലാത്തവർക്ക് പഠിക്കാൻ ടൈമാണ്, ചിലർ ഇതിനേക്കാൾ സ്പീഡ് കഴിയും. അപ്പൊ അവർക്ക് ബാക്കിൽ റിവൈസ് ചെയ്യാൻ ടൈം. എന്തുകൊണ്ട് ക്ലാസ്സും ഇപ്പോ മോനിപ്പോ ഓഫ്ലൈനും ഓൺലൈനും എന്ന് പറയുമ്പോൾ മോളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്യാപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഓൺലൈൻ ഗ്യാപ്പ്, അത് ഭയങ്കര എഫക്റ്റീവായി തോന്നിയിരുന്ന തുടക്കത്തില്. പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ട്രാക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ കണ്ട ബുക്കൊക്കെ എടുത്ത് മറിച്ച് നോക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യലായിരുന്നു. പിന്നെ എനിക്ക് അതിന് സമയമില്ലാണ്ടായി. അപ്പോഴാണ് ഞാൻ DPP-യിലേക്ക് ഒതുങ്ങാൻ തുടങ്ങിയത്. കാരണം അതിന് സമയം കിട്ടുന്നുള്ളൂ. അപ്പൊ എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ, അതായത് സിബ്ലിങ്സ് ഒക്കെ ഓൾറെഡി ഇതിൽ വർക്ക് ചെയ്യണോലൊക്കെ ഉണ്ട്. ഓലൊക്കെ ലൈബ്രറിയിൽ നിന്ന് വലിയ വലിയ പുസ്തകം കൊണ്ടുവന്ന് മറിച്ചു നോക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ എനിക്കൊരു ഞാനാണ് ഇതുവരെ എടുത്തിട്ടില്ല. ലൈബ്രറിയിലത്തെ പുസ്തകങ്ങളിലേക്ക് എത്താനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ സൈലത്തുനിന്ന് കിട്ടിയ 35 ഇയേഴ്സും DPP ആണ് പ്രധാനമായിട്ട് ചെയ്തത്. അപ്പൊ എനിക്കൊരു പേടിണ്ടായി, ഇക്കാരണം കൊണ്ട് ഇനിയിപ്പോ ഞാൻ ബേക്കിലായി പോവോന്ന്. പക്ഷെ മോക്കൊക്കെ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് മതി, ഇത് ഫ്രഷ് ആയിട്ട് കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഓൺലൈൻ ഡേയിൽ മൊത്തം ഇതന്നെ പിന്നെ നോക്കണതും പിന്നെ 35 ഇയേഴ്സ് ചെയ്യുന്നതിലും ഓൺലൈൻ ഡേ ഉള്ളത് കൊണ്ടല്ലേ ഇത് നോക്കാൻ പറ്റിയത് ശരിക്കും? അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകില്ലേ ശരിക്കും? ക്യാമ്പസിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിൽ പോണ ഒരു സമയം, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചേരം ക്ഷീണം ഉണ്ടാവും, കുളിക്കാനുണ്ടാവും. അതാണ് മെയിൻ പോയിന്റ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ആ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് അവസാനിച്ചപ്പോ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. എന്നുവെച്ചാൽ തിരിച്ചു വന്ന് അടുത്ത ഡേ തുടങ്ങാൻ തിരിച്ചു വന്നാൽ ഞാൻ പറ്റ ടയേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അന്ന് പഠിപ്പിച്ച കോൺസെപ്റ്റ് തലയിൽ കൂടി റൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് വേറെ അന്ന് ഒരു ക്ലാസ് കഴിഞ്ഞ് വന്നന്ന് എനിക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റില്ല. ബട്ട് നെക്സ്റ്റ് ഡേ ഒരു ഓഫ്ലൈനിലുള്ള പകരം ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലീവ് തരുന്നില്ലേ, ആ ലീവാണ് ഞാൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ ഉപയോഗിച്ചത്. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ നദീമേ? പലപ്പോഴും പല കോമ്പറ്റീഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടമാണ്. ആളുകൾ നടത്തി വരാറുള്ളൊരു പറച്ചിലെന്ന് പറയുന്നത് ഒരു പക്ഷെ ഹൈബ്രിഡിനെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ട്. ഹൈബ്രിഡ് ഒക്കെ എന്തിനാണ്?
ഇങ്ങനെയല്ല ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. എല്ലാ ദിവസവും ക്ലാസ് കൊടുക്കണം, ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കൊടുക്കുന്നതാണ് ലോകത്തെല്ലായിടത്തുള്ള സയന്റിഫിക് സിസ്റ്റം. അതുകൊണ്ട് ഹൈബ്രിഡിന്റെ ഒക്കെ കാലം കഴിഞ്ഞു, കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സിനൊന്നും ലീവ് കൊടുക്കണ്ട എന്നൊക്കെയുള്ള പ്രചാരണം പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ ഞാൻ സങ്കടത്തോടുകൂടെ വിചാരിക്കും, നമ്മുടെ കോമ്പറ്റീറ്റീവ് പ്ലാറ്റ്ഫോമിനെല്ലാം ഈ ഹൈബ്രിഡ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ സൈലം ഇതിന്റെ പേറ്റന്റ് ഒന്നും എടുത്തിട്ടില്ല, അതായത് സൈലം മാത്രമേ ഹൈബ്രിഡ് നടത്തുന്നു. നമ്മൾ ആർക്കും ഹൈബ്രിഡ് നടത്താം. ഇപ്പോൾ നേരത്തെ ഫിസിക്സ് വാലിയെ കുറിച്ച് പറഞ്ഞു. ഫിസിക്സ് വാലി ഈ വർഷമാണ് അലക്പാണ്ഡെ സർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇത്ര എഫക്റ്റീവ് സംഭവം നമ്മള് ഡേവിഡ് അലക്പാണ്ഡെ സാറടക്കം അലക്ക് പറഞ്ഞു. അപ്പൊ അലക്പാണ്ഡെ സാർ അത് കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ വർഷമാണ്. അവരൊരിക്കലും ഇതൊരു ഫൗൾ സിസ്റ്റം ആണെന്നല്ല പറയാൻ ശ്രമിച്ചു, ഇത് നല്ലതാണെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ്. കേരളത്തിലെ പ്ലാറ്റ്ഫോമുകൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അവരുടെ ഇഷ്ടമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കില്ല. അവരുടേതായ എക്സ്ക്ലൂസിവിറ്റികളെ എല്ലാ സ്ഥാപനങ്ങളും പിന്തുടരുക, അതിനെ ബഹുമാനത്തോടുകൂടെ കാണുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അവർക്ക് അവരുടേതായ ശരികളുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിടത്തോളം, ഇപ്പൊ ഞാൻ കഴിഞ്ഞ 20 വർഷമായി എൻട്രൻസിന്റെ ഒരു ട്രെൻഡിനെ ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും എഫക്റ്റീവായി കണ്ടിട്ടുള്ളത് ആ ഒരു ദിവസത്തെ ലീവാണ്. സത്യം. എനിക്ക് എൻട്രൻസ് കിട്ടിയെന്നല്ല, ഇത്രയും ഭയങ്കര മാർക്ക്, നീറ്റിൽ ഭയങ്കര മാർക്ക് കിട്ടിയെന്ന് പറയുന്നില്ല, ബട്ട് അതിന് മുമ്പ് നടന്ന എല്ലാ എക്സാംസിനും ഭയങ്കര മാർക്ക് കിട്ടാൻ കാരണം ആ ഒറ്റ ഡേ ലീവാണ്. അങ്ങനെ പറയാം. ഓക്കെ, അത് പോട്ടെ, മാർക്ക് നമ്മൾ പറയണ്ട. ആ ഡേ ലീവ് ഞാൻ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തു. ഞാൻ ഒരിക്കലും ഓൺലൈൻ ക്ലാസ് എന്തില്ല 1x കാണാറില്ല, ഞാൻ 2x മാത്രമേ കാണാറുള്ളൂ. അപ്പൊ തന്നെ പെട്ടെന്ന് കഴിയും. എന്റെ ക്ലാസ് ഒക്കെ ഒരു 3x ഇട്ടിട്ടായിരിക്കും കണ്ടിട്ട്. ഞങ്ങൾ തമാശകൾ പറയാറുണ്ട്, LK സാറിന് 3x വേണമായിരുന്നു. അപ്പൊ 2x ഇട്ടേ കാണും. അപ്പൊ തന്നെ 2x ഇട്ട് കാണുമ്പോൾ തന്നെ ഒരുപാട് ടൈം ലാഭമായി. അതിന്റെ കൂടെ DPP പഠിക്കുക പറഞ്ഞാൽ സാർ എന്ന് നേരത്തെ കാണിച്ചപ്പോൾ ഒരു 17 ക്വസ്റ്റ്യൻ ഒക്കെ DPP ആ ഒരു ഡേയിലുള്ളൂ. ആ ഒരു ഡേയിൽ 17 ക്വസ്റ്റ്യൻ വെച്ച് 4 സബ്ജക്റ്റ് ആയാൽ പോലും ഒരുപാട് പഠിക്കാനില്ല, വളരെ കുറച്ച് ഒന്ന് ഭയങ്കര ഫിൽട്ടർ ചെയ്തിട്ടുള്ളേ. അപ്പൊ നമുക്ക് പഠിക്കാൻ ഓവർ ടൈം വേണ്ട. ബാക്കി എല്ലായിടത്തും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന നേരം ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും. ശരിയാണത്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സിലിരുന്ന് രാത്രി മാത്രം വന്നിരുന്ന് പഠിച്ച് പിറ്റേന്ന് പോയി ക്ലാസ്സിലിരുന്ന് ക്ലാസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി സത്യത്തിൽ ഒരു സെൽഫ് സ്റ്റഡിക്ക് ഒരു സാധ്യതയില്ലാത്ത, അതായത് ഒരു കുട്ടിയെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റമാണിത്. കുട്ടി എന്ത് ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് നമ്മളെ പോർഷൻ തീർക്കാം, നമുക്ക് പോയിട്ട് ക്ലാസ് റൂമിൽ നിന്ന് എന്ത് ചെയ്യാം, ഇഷ്ടം പോലെ സമയം എടുത്ത് ക്ലാസ് എടുത്ത് നമുക്ക് പെർഫോം ചെയ്ത് അങ്ങ് പോവാം. നമ്മൾ പോയതിനു ശേഷം കുട്ടി എന്ത് ചെയ്യും എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. കുട്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന എല്ലാവർക്കും ഹൈബ്രിഡിന് കൈയടിക്കാനേ പറ്റൂ. കാരണം കുട്ടിക്ക് ആകെ സമയം കിട്ടുക ഹൈബ്രിഡ് സിസ്റ്റത്തിൽ മാത്രം. ഇപ്പൊ മറ്റുള്ളവർക്ക് ചോദിക്കാൻ പറ്റും, നിങ്ങൾ ഓൺലൈനിലായിട്ട് ക്ലാസ് കാണിക്കുമല്ലേ, അപ്പോഴാണ് ഞാൻ പറഞ്ഞ 2x അഡ്വാൻറ്റേജ് വരുന്നത്. എന്നെ പോലെ 4 മണിക്ക് എണീക്കുന്ന വിദ്യാർത്ഥി, 4 മണിക്ക് എണീക്കുന്ന ഞാൻ ഒരിക്കലും പറയില്ലേ. അപ്പൊ 4 മണിക്ക് 4 മണി അല്ലെങ്കിൽ 5 മണിന്റെ ഉള്ളില് 5 മണി ആ ടൈമിൽ എണീച്ച് ഞാൻ അപ്പൊ തന്നെ ക്ലാസ് കാണാൻ തുടങ്ങിയ എന്നെ സംബന്ധിച്ച് രാവിലെ 9 മണി അല്ലെ 10 മണിന് മുന്നേ എന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു. പിന്നെ രാത്രി വരെ സമയം ഫ്രീ ആണ്. എനിക്ക് എന്റെ ഇഷ്ടം പോലെ DPP പഠിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് സൈലത്തിന്റെ മെറ്റീരിയൽസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് സൈലത്തിന്റെ ലൈബ്രറി യൂസ് ചെയ്യാം. ഞാൻ അതിന്റെ ഇടയിൽ എല്ലാ ടീച്ചേഴ്സും അത്യാവശ്യം അറിയുന്ന ടീച്ചേഴ്സ് ഒക്കെ നമ്പർ, എനിക്ക് കുറച്ച് ഡൗട്ട് അധികമുള്ള കൂട്ടത്തില്ല. അപ്പൊ ഏത് ടീച്ചർ വേണേ എപ്പോ വേണേ വിളിച്ചാലും വാർഡന്റെ നമ്പർ, വാർഡന്റെ ഫോൺ വാങ്ങി വിളിക്കുമായിരുന്നു. അപ്പോ ക്ലാസ്സിലല്ലെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കുമോ ചോദിക്കും. അത് എന്ത് തരത്തിലുള്ള സപ്പോർട്ട്. നമുക്ക് ഒന്ന് ഹോസ്റ്റലിൽ ഡൗട്ട് അവൈലബിലിറ്റി നമ്മൾ മെൻറ്ററോട് പറഞ്ഞാൽ പിറ്റേടെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തിടെ നമുക്ക് ഇഷ്ടമുള്ള സാറ് കിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിന്റെ സാറ് കിട്ടും. മതി, ഇനഫ്, മോർ ദാൻ ഇനഫ്. അത് രാവിലെ വൈകുന്നേരം വരെ സാറ് ഫ്രീ ആയിട്ട് കിട്ടുക പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഇരുന്ന് പറഞ്ഞു തരും. നോക്കോ, ഈ ഡൗട്ട് ക്ലിയറൻസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയി തോന്നിയിരുന്നു. കാരണം ക്യാമ്പസിൽ ഞാൻ ഡൗട്ട് ചോദിക്കാൻ പൊതുവെ ബ്രേക്ക് ടൈമിലൊക്കെ പോകുമ്പോൾ സമയം തികയൂലല്ലോ. അപ്പൊ ഈ ഡൗട്ട് ക്ലിയറൻസിന് വരുന്ന സമയത്ത് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നത് ബേസിക് ആയ ഡൗട്ട്സ് ചോദിച്ചാൽ ടീച്ചേഴ്സ് ജഡ്ജ് ചെയ്യോ എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു ബേസ് മുതൽ വേണേ ഫസ്റ്റ് തൊട്ട് ക്ലാസ് തന്നെ എടുത്തു തന്നാണ് കുറെ തവണ ഹോസ്റ്റലിന്. ഈ കോൺസെപ്റ്റ് അറിയാത്തോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് സാറ് ബെല്ലടിച്ച് ചോദിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ പോയിരിക്കും. എന്നിട്ട് ബോട്ടണിയിൽ ഒരു സുമി മിസ് ഒക്കെ ഉണ്ട്. മിസ് ഞങ്ങൾക്ക് അതുപോലെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ മിസ് ചാപ്റ്റേഴ്സ് തന്നെ മൊത്തത്തിൽ എടുത്തു തന്നിട്ടുണ്ട്. ഫിസിക്സും അതുപോലെ തന്നെ അറിയാത്ത കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു തരും. എനിക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിനോട് എനിക്ക് ഏറ്റവും ഒരു അടുപ്പം തോന്നാനുള്ള ഒരു കാരണം അത്, നമുക്ക് എന്ത് പൊട്ട ഡൗട്ടും നമുക്ക് ചോദിക്കാം, അവർ പേടിക്കണ്ട. നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ചില ടീച്ചേഴ്സിന് നമുക്കൊരു ബഹുമാനമുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഒരു പേടി ഉണ്ടാവുമല്ലോ. ആ ഒരു ഫീലിംഗ് എനിക്ക് ഇവിടെ തോന്നിയിട്ടില്ല. നമുക്ക് ഡൗട്ട്സ് ഒരിക്കലും നമ്മളെ താത്തുന്ന രീതിയിൽ സംസാരിക്കൂല. ആ ഓക്കെ, പ്രശ്നമില്ല. കാരണം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടിയുടെ ഉള്ളിലുള്ള ഭയങ്കരമായ ഒരു പ്രശ്നം ഇതാണ്.
കാരണം ഇതിനെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ക്രീം ലെയറിൽ നിർത്തിയോണ്ട് തന്നെ കുട്ടികൾ എപ്പോഴും വിചാരിക്കുന്നത് ഒരു മിനിമം വിവരമൊക്കെ നമുക്ക് വേണം, അതാണ്. എന്നാലേ നമുക്ക് ഇത് എഴുതിക്കൂടും. അപ്പൊ ഞാൻ ഒരു വിവരം ഇല്ലാത്ത ആളായി ക്ലാസ് റൂമിൽ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു പേടിയോട് കൂടിയായിരിക്കും ക്ലാസ് റൂമിൽ ഇരിക്കുക. ഒരു 19 പേരുടെ ക്ലാസ് റൂമിന്റെ അകത്ത് 49 ആക്കും എന്നേക്കാൾ വിവരമുണ്ട് എന്നൊരു വിചാരത്തോടെയാണ് നമ്മൾ ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ മോശക്കാരാവോ, ഇനി ടീച്ചർ എങ്ങാനും നിന്നിട്ട് ഈ മാതിരി ചോദ്യം ചോദിക്കുന്നത് നീയാണോ റിപ്പീറ്റ് ചെയ്യാൻ വന്നത് എന്നെങ്ങാനും പറയോ എന്നൊക്കെയുള്ള പേടി നമുക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളിരുന്ന് സംസാരിക്കുമ്പോഴും സ്റ്റാഫ് റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സിനോട് ഒറ്റക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയാണ് അവരെല്ലാവരും നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പം നദീമിനെ കുറിച്ച് പറയുമ്പോഴും ലിനയെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ എപ്പോഴും ഞാൻ സംസാരിക്കാൻ കാണിക്കുന്നതിനേക്കാൾ ആവേശം നിങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് കാണിക്കുന്നതിന് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. പിന്നെ ഒരു പ്രത്യേകത, ഇത്രയും കുട്ടികൾ പഠിച്ചിട്ടും നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞാലും നിങ്ങൾ ടീച്ചേഴ്സിന് അറിയാം എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ പേര് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്ന ആ നദീമാണോ, നദീം എപ്പോഴും DPP അങ്ങനെ ചെയ്യും, ഇങ്ങനെ നിങ്ങളുടെ എക്സ്ക്ലൂസിവിറ്റി അഡ്രസ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരുന്നു എല്ലാവരും. അതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ നിങ്ങൾക്ക് റാങ്ക് വരുമ്പോൾ ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട്. കാരണം അവരുടെ ഒക്കെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊരു വലിയ അവരുടെ പ്രാർത്ഥനയാണ് മെയിൻ. ഇപ്പോ അലി സാർ ആയിക്കോട്ടെ, എക്സാമിന് രാവിലെ പോന്നപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് ഒന്നും നോക്കണ്ട, മൊത്തം പഠിച്ചിട്ടുണ്ട്, നമ്മളുണ്ട്, എഴുതിക്കോ. ബൈ സാർ ഫിസിക്സിന്റെ നോക്കണ്ട, പൊളിച്ചോ. അയ്യൊരു എന്താ പറയാ, ഒരു ടീച്ചർ എന്നുള്ളതിനേക്കാൾ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ബ്രദർ, ആ ഒരു ഫീൽ തന്നെ എല്ലാവരും തന്നെ. എല്ലാവരും അങ്ങനെ. എന്തുകൊണ്ടാണെന്ന് അറിയുമോ, മോനിപ്പോൾ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒരു കൊല്ലം ത്രൂഔട്ട് അവർക്കൊപ്പം നിൽക്കും, മറ്റൊന്നും നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. ഈ കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം വരുന്നതിന് മുമ്പേ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറയും കഴിഞ്ഞതിന് മുമ്പിൽ വർഷം. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നിന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീറ്റ് നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ടീച്ചേഴ്സ് എല്ലാവർക്കും കൂടെ ഒരു യാത്ര പോകും. നിങ്ങളെ ടെൻഷൻ കംപ്ലീറ്റ് റിലീസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ബാച്ചിനെ അഡ്രസ് ചെയ്താൽ മതി. അങ്ങനെ തായ്ലൻഡിൽ പോകാന്ന് പറഞ്ഞു. 100-200 ടീച്ചേഴ്സിനെ കൊണ്ട് തായ്ലൻഡിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് തായ്ലൻഡിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ മുഴുവൻ എടുത്ത് ഒരു 7 ഫ്ലൈറ്റ് എല്ലാവർക്കും ഇഷ്യൂ ചെയ്തു. സൈലന്റ് തന്നെ. കാരണം അവർ ആ നിന്നതിനോടുള്ള അവരുടെ ഡെഡിക്കേഷനോട് നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ട. തായ്ലൻഡിൽ പോകാൻ കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാൻ ഓരോ ടീച്ചേഴ്സായി വിളിക്കാൻ തുടങ്ങുന്നു. അല്ല, നിങ്ങൾ 7-ാം തീയതിയിലേക്കാണോ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്, 5-നോ 6-നോ ഒക്കെ. തായ്ലൻഡിലേക്കുള്ള ഫ്ലൈറ്റിന്റെ പ്രത്യേകത ഓൾട്ടർനേറ്റ് ഡേറ്റ് ഒക്കെ എവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. കൊച്ചിയിലൊക്കെ പോയി കുറേ ആൾ ട്രിവാൻഡ്രത്തേക്കൊക്കെ കയറണം. എൻട്രൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരുന്നിട്ട് വിളിക്കാനുണ്ടാവില്ലേ, ഞങ്ങൾ റോമിങ്ങിലായിരിക്കില്ലേ, ഞങ്ങൾ എങ്ങനെ കിട്ടും, ഞങ്ങൾ എങ്ങനെ ഇവരെ വിളിച്ചിട്ട് ഇവർ പരീക്ഷ എങ്ങനെ എഴുതിയെന്ന് ചോദിക്കും, പിറ്റേ ദിവസം ഞങ്ങൾക്ക് എങ്ങനെ ഇവരെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഫ്ലൈറ്റ് മാറ്റാൻ പറ്റുമോ, 4 ഡേറ്റ് അങ്ങ് ഒരു സീരിയസ്നെസ് വിചാരിച്ചു. പക്ഷെ അവരങ്ങനെ ചോദിക്കുമ്പോഴും ആ സീരിയസ്നെസ്സിന്റെ കുറവല്ല എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളെ കാണണം എന്നവർക്ക് ഉണ്ടായിരുന്നു, നിങ്ങളെങ്ങനെ പരീക്ഷ എഴുതി എന്നറിയണം എന്നവർക്ക് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ബൈജിന്റെ പേര് പറയുമ്പോൾ അലിയുടെ പേര് പറയുമ്പോഴൊക്കെ ഞാൻ അവരൊക്കെ വിളിച്ചു നടത്തിയ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഓർത്തത്. അപ്പൊ അത്രമേൽ അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന്റെ റിസൾട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് വേണ്ടി രമ ടീച്ചർ സംഗീത എത്രത്തോളം എഫേർട്ട് എടുത്ത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പലപ്പോഴും കെമിസ്ട്രി ക്ലാസ് ഒക്കെ കട്ട് ചെയ്യും. കെമിസ്ട്രി ക്ലാസ് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് ഇപ്പോൾ ബയോളജി ഒരു പാഠം ഫസ്റ്റ് വന്നു, എനിക്കത് കോൺഫിഡന്റ് ആയില്ല, പിന്നെ എനിക്ക് കെമിസ്ട്രി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ മെല്ലെ മുങ്ങി രമ ടീച്ചർ എടുത്തു പോകും. രമ ടീച്ചർ മിക്കവാറും DPP ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓഫീസിലുണ്ടാവും. ഞാൻ വന്ന് അവിടെ അടുത്തിരുന്ന് 1 മണിക്കൂർ പഠിച്ചു, യാതൊരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ ടീച്ചർ നമ്മളെ ഹൈബ്രിഡിൽ ഏറ്റവും പ്രായം കൂടിയ ടീച്ചേഴ്സിൽ ഒരാളാണ്. കണ്ടാ മനസ്സിലാവില്ല. മനസ്സിലായില്ല. നമ്മളെ ഗീതാ പ്രസാദ് സാറേക്കാളൊക്കെ ഞങ്ങൾ എപ്പോഴും കളിയാക്കും ടീച്ചറാ, 10-60 വയസ്സായി ടീച്ചർക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കും. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ 59 വർഷമാവുന്ന ഒരാളുടെ ഒരു എക്സ്പീരിയൻസിന്റെ ഭീകരത രമ ടീച്ചറിൽ എനിക്ക് കാണാൻ പറ്റും. അത്ര ആഴത്തിൽ സുവോളജി അറിയാവുന്ന, എന്ത് ക്വസ്റ്റ്യൻ കൊടുക്കണം എന്നറിയാവുന്ന. ഇപ്പോൾ ഈ മെട്രിക്സ് മാച്ച് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ടീച്ചർ പറയും നമ്മളെ മക്കളെ കൊണ്ട് എല്ലാം ജയിച്ചിട്ടുണ്ട്, ഒരു ടെൻഷനും വേണ്ട എന്ന് പറയാൻ വിട്ടൊരു പേരാണ് മനോജ് സാർ. അപ്പൊ നല്ല മോട്ടിവേഷൻ, നമ്മളെ എപ്പോ കണ്ടാലും പ്രിപ്പറേഷൻ അടിപൊളിയല്ലേ. ഒരു സാറിന്റെ പ്രായത്തിന് ഒപ്പിച്ച വൈബേ അല്ല സാർ. രമ ടീച്ചറെ ചിരിയെ കുറിച്ച് നദീം പറയുമ്പോഴൊക്കെ എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. ഞാൻ മനോജ് സാറിലേക്ക് വരുമ്പോഴും ആ ട്രാൻസിഷൻ ആണ്. മനോജ് സാർ ആവട്ടെ, സംഗീത ടീച്ചർ ആവട്ടെ, രമ ടീച്ചർ ആവട്ടെ, അലി, ഈ ചെറുപ്പക്കാർ വരട്ടെ, എല്ലാവരും ഓൾവേസ് നിങ്ങളെ പോലെ സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോവാന്നായിരിക്കും. ഞാൻ നിസ്കരിക്കാൻ പോവാണ്,
അപ്പോൾ ഇപ്പൊ സംഗീത ടീച്ചറുണ്ടെങ്കിൽ പോകുന്ന ഇങ്ങനെ തന്നെ പിടിക്കും. നമ്മൾ കാണില്ല, പെട്ടെന്ന് പിടിക്കുക. വേറെ ഫീലിംഗാ, നമുക്ക് വീട് വിട്ട് നിൽക്കുന്ന ഫീലേ അല്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളെ ഫാമിലിന്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഈ ഒരു കൊല്ലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പീഡ് പോയ കൊല്ലം. അടിപൊളിയായിട്ട് ഒരുപാട് ടീച്ചേഴ്സിന്റെ പേര് പറയാൻ ചുരുങ്ങിയ ടൈം കൊണ്ട് വിട്ടുപോയിണ്ടാവും. എന്നാലും ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും നിർത്തിപ്പോയതല്ലേ നദീം ഒരിക്കല്? ഒരു വട്ടം ഞാൻ സെന്ററിന്റെ പേര് പറഞ്ഞില്ല, മലപ്പുറത്ത് ഒരു സെന്റർ ആയിരുന്നു, ഫസ്റ്റ് പോയായിരുന്നു. അവിടെ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഫീൽ ആണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ക്ലാസ്, തിരിച്ചു വന്നതിനെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. പിന്നെ ജയ്, പക്കാ ജയ്. ഞാൻ സിനിമയിലൊക്കെ കണ്ടനുഭവിച്ച അതേ എൻട്രൻസ് കോച്ചിങ്ങിന്റെ അതേ ജയിൽ എക്സ്പീരിയൻസ്. എന്നിട്ട് അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു. അവിടെ ഒരു 1 വീക്ക് 2 വീക്ക് ഡ്രോപ്പ് ആക്കി. പിന്നെ എനിക്ക് എൻട്രൻസ് എന്ന് പറയുന്ന അത്ര വെറുത്തൊരു സംഭവം എന്റെ ജീവിതത്തിന് വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ സൈലത്തിൽ വന്നപ്പോഴും ഫസ്റ്റ് വോളിബോൾ കോച്ചിങ്, പിന്നെ ആ ടൈം പിന്നെ ആ ഒരു ഫീലൊക്കെ മാറ്റാൻ വേണ്ടി പിന്നെ വോളിബോളും പിന്നെ വേറെ ഇൻവോൾവ് ആയി. എന്നാലും റാങ്കിലേക്ക് വരുന്ന സമയത്ത് നദീവനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വോളിബോൾ കോച്ചിങ്ങിനിടയിൽ നിന്ന് മോൻ ഇതല്ല ചെയ്യേണ്ടത്, റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ടീച്ചറെ കുറിച്ച് പറഞ്ഞില്ലേ? ടീച്ചറുടെ പേര് നജീബ. EMA കോളേജിലൊക്കെ കോച്ചായി നിൽക്കുന്ന എന്റെ ജീവിതത്തിൽ തന്നെ ഒരു ടേൺ ഓവർ ആയ പറയണം. അതുകൊണ്ട് അപ്പൊ സൈലത്തിലെ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോ സത്യത്തിൽ മോനി റാങ്കിലേക്ക് എത്തുമ്പോ, മോനി 700 റേഞ്ചിലേക്കൊക്കെ വരുമ്പോ അത് നമ്മളെക്കാളൊക്കെ മുമ്പേ പ്രഡിക്ട് ചെയ്ത ആളാണ് നജീബ് അല്ലേ? അതുകൊണ്ട് നജീബ് കയുടെ പേര് പറയണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സൈലത്തിൽ വന്നപ്പോൾ ഫസ്റ്റ് വെച്ച് ഓഫ്ലൈൻ ആണോ ഇങ്ങനെ. ഓഫ്ലൈൻ വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്റ്റലിന്റെ റൂം വേണം, ഞാൻ ചെയ്യില്ല, ഹോസ്റ്റലിന്റെ റൂം. അപ്പോൾ സൈലത്ത് ഫസ്റ്റ് നമുക്ക് അങ്ങനെ ഹോസ്റ്റലിന്റെ റൂം കാണിച്ചു കൊടുക്കില്ലല്ലോ. എല്ലാ കുട്ടികൾക്കും ഈക്വാലിറ്റി ആയതുകൊണ്ട് തന്നെ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുന്ന ഹോസ്റ്റലല്ലേ കൊടുക്കാറ്. അപ്പൊ ആവശ്യപ്പെട്ടു അല്ലേ? ഞാൻ ചെയ്തില്ല, പറ്റുന്ന ഹോസ്റ്റൽ കാണിച്ചു തരണം അങ്ങനെ. ഹോസ്റ്റലിൽ വന്ന ഈ വർഷം നമ്മള് ആ ഹോസ്റ്റലിൽ നിന്നു, ഞാൻ ആ ഹിസ്റ്ററി ഞാൻ കട്ട് ചെയ്യാം നിന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഈ വർഷത്തെ മോന്റെ ഹോസ്റ്റൽ, ഷിബിനൊക്കെ എന്നോട് ആ ഹോസ്റ്റൽ റൂമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, കാരണം അവരൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ജയിൽ എക്സ്പീരിയൻസ് മോൻ ഉള്ളത് കൊണ്ട്, ഏതെങ്കിലും ഒരു സമയത്ത് പഴയ ജയിലിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഈ വർഷത്തെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നോ? ഒരു പക്ക വീട് വിട്ടാൽ സെക്കൻഡ് ഹോം. ചിലപ്പോ വീട്ടിൽ പോയാ ഇപ്പൊ ഒരു 5 ദിവസം ലീവ് ഇപ്പൊ ക്രിസ്മസിന് കിട്ടിയെന്ന് വിചാരിക്കാം, ഒരു 3 ദിവസം പോയാ വീട് അടച്ചു ഹോസ്റ്റലിൽ പോവാ, ഹോസ്റ്റലിൽ തന്നെ വരുകയും ചെയ്യും. ഹോസ്റ്റലായിരുന്നു മെയിൻ. ഞായറാഴ്ചത്തെ ബിരിയാണി വീട്ടിലാകുമ്പോൾ നമുക്ക് 1 മാസത്തിൽ 1 പ്രാവശ്യം ചിക്കൻ കിട്ടുന്ന സൈലത്തിലാകുമ്പോൾ 3 വട്ടം ചിക്കൻ കറക്റ്റ് ടൈമിലുള്ള നല്ല ഫുഡ്. പിന്നെ ഫ്രണ്ട്സിന്റെ നല്ല വൈബായിരുന്നു അല്ലേ? ഫ്രണ്ട്സ് എല്ലാവരും പക്ക വൈബ്. വൈബ് എന്ന് പറയുമ്പോ വെറും വൈബ് വെച്ച് കളി അങ്ങനെ അടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പാവം ആളുകളായിട്ടാണല്ലോ ഞാൻ കാണുന്നത്. ഞാൻ പാവം ആവണ്ട, നിങ്ങൾ മാക്സിമം ജോലി ആയിക്കോന്ന് പറഞ്ഞാലും അപ്പൊ ഞാൻ ഷിബിനെ ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര പാവമാണല്ലോ നിങ്ങൾ എല്ലാവരും. അതൊന്നല്ല, ഒരിക്കലല്ല. നമുക്ക് പുറമേ കാണിക്കുന്നതിനേക്കാളും നമ്മൾ പുറമെ എപ്പോഴും നമ്മളൊരു ലിമിറ്റ് വെക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ പാടില്ല, മറ്റുള്ളവരെന്ത് വിചാരിക്കും. നമ്മൾ ഹോസ്റ്റലാകുമ്പോൾ നമ്മളെ വീടല്ലേ, നമുക്ക് ഒന്നും നോക്കാനില്ല. ക്ലാസ് റൂമിൽ നമ്മൾ ഭയങ്കര അച്ചടക്കമായിരുന്നു. ക്ലാസ് റൂമിൽ ഞാൻ പൊതുവെ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. എല്ലാരും ഇൻട്രോവേർട്ട് ആയിരുന്നു ക്ലാസ് റൂമിൽ? മൊത്തത്തിൽ ഭയങ്കര അച്ചടക്കം ഉണ്ടായിരുന്നു. എന്റെ റൂമിൽ അങ്ങനത്തെ എക്സ്ട്രോവേർട്ട് കുട്ടികളുണ്ട്. ക്ലാസ് റൂമിൽ ഓല് ക്ലാസ് ഒന്നും ഉഷാറല്ലേ. ഗ്യാപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്ക് ഒക്കെ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ടീച്ചർ വരുന്നതിനുള്ള ഗ്യാപ്പിലൊക്കെ ഭയങ്കര സൈലന്റും പഠിക്കലൊക്കെ ആയിരുന്നു ക്ലാസ് റൂമിൽ? 2 ജാതി ആൾക്കാരുണ്ടായിരുന്നു, അതാണ്. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താ പറയുക, ഫിനിക്സിൽ ഷാദി ബഷീർ ഓർമ്മയുണ്ട് സാർ? നമ്മുടെ ക്ലാസ്സിലാ നമ്മുടെ 11 പേരും ഷാദിയും അങ്ങനെ 12 പേരാണ്. പറയുന്ന പോലെ എന്നെ കാണുന്ന സമയത്ത് ഭയങ്കര അച്ചടക്കമുള്ള ഒരാളായിരുന്നു ഷാദി. നമ്മുടെ 11 പേരും ഷാദിയും അങ്ങനെ 12 പേരുള്ള ഒരു ഗ്യാങ് ആയിരുന്നു നമ്മുടെ ക്ലാസ്സിൽ. അപ്പോ നമ്മൾ ക്ലാസ് തുടങ്ങിയ ഓക്കെ പെർഫെക്റ്റ്. ഇനി അല്ല ഒരു ബ്രേക്ക് കിട്ടി, ഒരാളെ ക്ലാസ് കാണാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഫുൾ ടൈം ഭക്ഷണമൊക്കെ കഴിക്കുന്നു, തരുന്നു, പഠിക്കുന്നു. നമ്മൾ ഒരുത്തരെ കാണാൻ പറ്റില്ല, എല്ലാവരും മിനിമം ആയിട്ടാണ് നമ്മൾ മെയിൻ. ഷാദി എന്നോട് പറഞ്ഞിട്ടുണ്ടത്. ഷാദിനോട് ഞാൻ പറഞ്ഞു 700 കടന്നിട്ട് മോൻ വരുന്ന സമയത്ത് 700 മാർക്ക് കിട്ടിയ ഉടനെ ഷാദി ഓടി വന്നു. രാവിലെ തന്നെ വന്നു, അന്ന് ഞാൻ കണ്ടു. മോനെ സൈലത്തിനൊക്കെ മിസ് ചെയ്യും ഇനി പോകും. അപ്പൊ എന്നോട് പെട്ടെന്ന് പറഞ്ഞു
മിനി മാർട്ട് മിസ് ചെയ്യും. കാരണം സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയാൽ ഞങ്ങളെ പൈസയും കൊണ്ട് ആദ്യം മിനി മാർട്ടിലേക്ക് കൊണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മള് ഗ്രൂപ്പിൽ ഫസ്റ്റ് 500 കിട്ടിയ പോനാ, പിന്നെ എനിക്കെല്ലാം കിട്ടി തുടങ്ങി. ഫസ്റ്റ് കിട്ടിയപ്പോ തന്നെ ഫസ്റ്റ് പോകുന്ന മിനി മാർട്ടിലേക്കാ. 500 ചെലവാക്കി. ഒരു മയമില്ല. നമ്മളെ വീട്ടുകാരെ കാണിക്കണം. എന്തിന് നമ്മൾ പോകുന്നു, അടിച്ചു വിളിക്കുന്നു. സ്വന്തമായിട്ട് പരീക്ഷ എഴുതി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലേ. മോക്ക് കിട്ടിയിട്ടുണ്ട് ആ പൈസയൊക്കെ, സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്തു ആ പൈസ? ആ പൈസ എന്ത് ചെയ്തു? ചെലവാക്കി. ചെലവാക്കി. എനിക്കൊന്ന് കൂടുതൽ കൂടുതൽ ചെലവാക്കി. അപ്പൊ ഞാൻ വീണ്ടും DPP-യിലേക്ക് ഞാൻ ഇവരുടെ വിശേഷങ്ങൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ എൻട്രൻസ് ഒക്കെ കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടിപ്പോയുള്ള ദിവസങ്ങൾ ഈ മൂടായിരിക്കും കേട്ടോ. ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ഈ ആലോചിക്കുന്ന ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ മാറി നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയി കൂളായിരിക്കുന്ന ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ വരും. നിങ്ങളിരുന്ന് ഇതേ ഇരിപ്പിരുന്നവരാ ഇവരൊക്കെ കഴിഞ്ഞ വർഷം. ഇപ്പോ നദീവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെക്കാൾ ബുദ്ധിമുട്ടി ഇരുന്നതാ. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോയി, സമ്പൂർണമായി എൻട്രൻസ് പഠനം എന്ന് പറയുന്ന ഒരു ജയിൽ ജീവിതമാണെന്ന് ഉറപ്പിച്ചത് ഒഴിവാക്കി വോളിബോളൊക്കെ കളിക്കാൻ പോയി. അതിനുശേഷം കുറച്ച് ഉമ്മയുടെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയി. ഈ കരിയറേ ഒഴിവാക്കിയിടത്ത് നിന്നാണ് അല്ല എനിക്ക് എൻട്രൻസ് എഴുതാൻ പറ്റും എന്ന് ഉറപ്പിച്ച് വീണ്ടും എൻട്രൻസ് എഴുതാൻ വേണ്ടി വന്നു നിൽക്കുന്നത്. സോ ഇവരെക്കാളൊക്കെ സേഫ് സോണിലാണ് സത്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ കണ്ടാൽ മതി. ഇത് നിങ്ങൾ മാത്രം ഇരിക്കുന്ന ഒരു ഇരിപ്പാണ് എന്നൊന്നും വിചാരിക്കണ്ട. പക്ഷെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്ന് കാണിക്കാൻ തന്നെയാണ് ഞാൻ DPP-യെ കുറിച്ച് പറഞ്ഞത്. 1000 പുസ്തകങ്ങൾ റെഫർ ചെയ്യാതെ, ഞാൻ ഇത് പഠിച്ചാൽ മതിയാവുമോ എന്ന് ടെൻഷൻ ആവാതെ, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു DPP. ഫസ്റ്റ് വേണ്ടത് എന്താ പറയുക സാറേ, ഈ ആൾക്കാർക്ക് ട്രസ്റ്റ് ഇല്ലേ. ഇതിന്റെ മുകളിൽ ട്രസ്റ്റ് ഉണ്ടാവില്ല. മറ്റേ MTG ഭയങ്കര ബുക്കല്ലേ, അതല്ലേ പഠിക്കണ്ടേ, നമ്മൾ ഇതാണോ പഠിക്കണ്ടേ, ഇത് ലിമിറ്റഡ് കണ്ടന്റ് അല്ലേ ഉള്ളൂ, ഇത് പഠിച്ചാൽ സാധനം കിട്ടുമോ, ആ ഒരു വിശ്വാസത ഇല്ലായ്മ ഉണ്ടല്ലോ, അത് മാറ്റിയാൽ തന്നെ സംഭവം മുക്കാലി കഴിഞ്ഞു. ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് പക്ക. അനന്തു സാർ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണ് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ദ പ്ലാൻ. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ദ പ്ലാൻ. ഇവർ രണ്ടുപേരും അതാ പറയുന്നത്. ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ട്രസ്റ്റ് ചെയ്യണം. ഒന്ന് പ്ലാനിനെ ട്രസ്റ്റ് ചെയ്യണം. പ്ലാന് പക്കാ നിങ്ങളെ എൻട്രൻസിൽ എത്തിക്കുന്ന പ്ലാൻ ആയിരിക്കും. 2 DPP-യെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. മറ്റു പുസ്തകങ്ങളൊന്നും റെഫർ ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് പഠിക്കേണ്ടത് മുഴുവനും ഇതിനകത്തുണ്ട്. ഒരു ചാപ്റ്ററിന് പോലും നിങ്ങൾക്ക് DPP ഇല്ലാതില്ല. ആ പോകുന്ന GOC2 നമ്മുടെ ഓർഗാനിക്കിന്റെ 90% ഇതിൽ ഒരു GOC1-ന്റെ പാർട്ട് 1 കുറച്ചുകൂടെ വലിയ സംഭവം ഉണ്ട്. ഇതിൽ ഓർഗനൈസ് ചെയ്തേക്കുന്നത് വേറെ. നിങ്ങൾക്ക് NCERT-ൽ ഒരിക്കലും ഇങ്ങനെ സംഭവം കാണാൻ പറ്റില്ല. NCERT-ലെ ചെതറി കിടക്കുന്ന മൊത്തം സാധനങ്ങൾ അഡിഷൻ റിയാക്ഷൻ ആദ്യം മാറ്റി ഒരു ഇതാക്കി. അതിനുശേഷം എന്താ ചെയ്യുന്നത്, അതിനുശേഷം അതിന്റെ അഡിഷൻ മാറ്റി, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, അത് കഴിഞ്ഞു എലിമിനേഷൻ, അതൊക്കെ കഴിഞ്ഞു. അതിന്റെ മെക്കാനിസം മൊത്തം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ചാപ്റ്ററിലും കിടക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആ ചാപ്റ്റർ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഇവിടെ GOC അതിന്റെ GOC1 എന്ന് പറഞ്ഞ മെക്കാനിസം മാത്രമായിട്ടൊരു ചാപ്റ്റർ. അത് കഴിഞ്ഞ് GOC2-ല് 90% കാര്യങ്ങളും ഇനി അത് തന്നെ റിവൈസ് ചെയ്യുന്ന പോലെ അടുത്ത എന്ത് നമ്മുടെ ഹൈഡ്രോ കാർബൺസ്, ഹാലോ ആൽക്കെയിൻസ്, ആൽക്കോഹോൾ ഫീനോൾസ്, ഇത് കാർബോക്സിലിക് ആസിഡ് മൊത്തം വേറെ. അത് ഒരു വട്ടോടി പഠിപ്പിക്കുകയാണ്. വേറെ എവിടെ കിട്ടാത്തത്. ഒന്നിത് ക്രിയേറ്റ് ചെയ്ത സാർ പ്രവീൺ സാർ, നമ്മളെ ഏറ്റവും ഫേവറേറ്റ് സാർ. സാർ അത്ര എഫേർട്ട് ഇട്ടുണ്ടാക്കിയത് നമ്മൾ അത് കണ്ടറിഞ്ഞതാ. അപ്പോൾ ഈ ഒരു എഫേർട്ടിന് നമ്മളും ടീച്ചറുടെ പേരും അതേപോലെ പിന്നെ സംഗീത ടീച്ചറുടെ പേരൊക്കെ പറയുമ്പോൾ പറയേണ്ട ഒരു പേരാണ് പ്രവീൺ സാറിന്റെ പേരും. കാരണം ഭയങ്കരമായ എഫേർട്ട് ഈ ടീച്ചേഴ്സ് ഒക്കെ ഇത് തയ്യാറാക്കാൻ വേണ്ടി, അവരുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അവർ ഇത്രയും വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാക്കിയ നോളജ് എല്ലാത്തിനെയും നിങ്ങൾക്ക് തന്നു പോവുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്നും എൻ്റെ സ്വകാര്യമാണ്, ഞാനിത് വിട്ടുകൊടുക്കില്ല എന്നൊന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെക്കാതെ എല്ലാത്തിനെയും എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാനിതിനകത്ത് ഇട്ടുപോകും. ഇത് ഓർഗാനിക് കെമിസ്ട്രി അല്ലേ അല്ലേ ഇട്ടുപോകും എന്നെടുത്തൊരു തീരുമാനം. ബയോളജി അല്ലേ ഇത്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് ഒക്കെ കവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 6 ക്ലാസ്സുകളാക്കി തിരിച്ചിരിക്കുന്നു. 6 ക്ലാസ്സുകൾക്കകത്തും എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, അതേപോലെ പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രി ഒക്കെ ഉള്ളൊക്കെ കാണിച്ചു കൊടുത്താ നമ്മുടെ പക്ക ലാബ് മാനുവല്
സാറായിട്ട് എഫേർട്ട് ചെയ്ത് മാറ്റി ഉണ്ടാക്കിയേക്കുക എല്ലാ സംഭവങ്ങളും ഒരു പോയിന്റ് മിസ് ചെയ്യാതെ. ഇപ്പോഴത്തെ നീറ്റിന് വന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഡയറക്റ്റ് നമ്മുടെ DPP ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലേ, എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു. നമ്മുടെ നീറ്റിന് വന്ന മീൻസ് ഇപ്പൊ ബോട്ടണി ആയിക്കോട്ടെ, LMRP ക്വസ്റ്റ്യൻ ഓപ്ഷൻ പോലും മാറ്റാതെ വന്നേക്കുന്നത്. ഒക്കെ സൈലന്റ് പഠിപ്പിച്ച സാധനം മാത്രം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ പിന്നെ ഇതാ ജിയോസിന്റെ പാർട്ട് 1. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ പാർട്ട് ഇതാണ് മെക്കാനിസം. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ പാർട്ട് 1, കൈനറ്റിക് തിയറി, ബയോടെക്നോളജി അല്ലെ, എല്ലാ ചാപ്റ്ററുകളും, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, ന്യൂറൽ കൺട്രോൾ. ഞാൻ എടുത്തിങ്ങനെ പറഞ്ഞു പോകുന്നത് ചില ചാപ്റ്ററുകൾക്ക് മാത്രമല്ല ഉണ്ടായിരുന്നത്. നമ്മൾ എപ്പോഴും ഒരു സാധനം പറയുമ്പോൾ ചിലതിന് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് ചെയ്യും. അതല്ല ഉണ്ടായിരുന്നത് അല്ലെ. വേവ്സ്, അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള എത്ര ചാപ്റ്ററാണ് നമുക്ക് ഉണ്ടായിരുന്നത്? 81 അല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? 18 ചാപ്റ്റർ കട്ട് ചെയ്ത് പോയി. 98 ചാപ്റ്റർ ഉണ്ടായിരുന്നു, 18 ചാപ്റ്റർ കട്ട് ചെയ്ത് പോയി. 81 ചാപ്റ്ററുകളുള്ള ഒരു സിലബസിലെ 81 ചാപ്റ്ററുകൾക്കും DPP ഉണ്ട്. 81 ചാപ്റ്ററുകൾക്കും സിസ്റ്റമാറ്റിക് ആയ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട് അല്ലെ. 81 ചാപ്റ്ററുകൾക്കും അതിന്റെ തുടർച്ചയായി മാത്രം എടുത്ത് വെച്ചാൽ നമുക്കൊരു ഈ ഹൈറ്റ് DPPs മാത്രമേ ഉണ്ടാവും. 81 ചാപ്റ്ററുകളുടെയും DPPs മുഴുവനും ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 എത്ര ഡേ കൊണ്ട് നിങ്ങൾ പഠിക്കണം, എത്ര ഡേ കൊണ്ട് നിങ്ങൾക്ക് തിയറി കംപ്ലീറ്റ് ചെയ്യാം, എത്ര ക്വസ്റ്റ്യൻസ് വീഡിയോ ക്ലാസ്സിൽ ചെയ്യാം, എത്ര ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസ് എക്സാമിന് പഠിക്കുന്ന കുട്ടിക്ക് ഇന്ത്യയിൽ ഒരിടത്തും ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്ന അഭിമാനത്തോടു കൂടെ സൈലത്തിന് പറയാൻ വേണ്ടി കഴിയും. നിങ്ങൾ എങ്ങനെ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നു എന്നതൊക്കെ നിങ്ങളുടെ കൂടെ ആത്മാർത്ഥത അതിൽ ഇൻപിൽറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന. പക്ഷെ ഇതിലപ്പുറം ഒന്നും കൊടുക്കാനില്ല ഒരു കുട്ടിക്കെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും ചോദിക്കാൻ ഒരുപാടേറെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇതിലേറെ 700 മാർക്ക് കടന്നവർ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഉണ്ടാവില്ലേ? കേരളത്തിൽ സൈലത്തിൽ മാത്രമാണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ സൈലത്തിൽ മാത്രമാണോ ഈ കഥ പറയാൻ? സൈലത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ വെക്കാനുണ്ടാവും. സൈലത്തിലുള്ള MBBS മാത്രമാണോ MBBS, മറ്റ് സ്ഥാപനങ്ങളിൽ MBBS ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴും ഞാൻ പറയുക, സൈലത്തിലേക്ക് വന്നു കയറിയ കുട്ടി ആരായിരുന്നു എന്ന ചോദ്യം സൈലത്തിന് മുമ്പിലുണ്ട്. നമ്മൾ ഒരിക്കലും +2 എക്സാമിനേഷന് ഫുൾ മാർക്ക് വാങ്ങിയ 99.9% മുകളിൽ മാത്രം മാർക്ക് വാങ്ങിയ ആളുകളെ ഒന്നും കൊണ്ടുവന്ന് പഠിപ്പിച്ച സ്ഥാപനമല്ല. ആർക്കും വരാം. അപ്പൊ നാളെ 3000 കുട്ടികൾ സൈലത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു, ഞാൻ കോഴിക്കോട്ട് മാത്രം. ഈ 3000 കുട്ടികൾ അഡ്മിഷൻ എടുത്തത് +2 റിസൾട്ട് വരുന്നതിന് മുമ്പാണ്. നിങ്ങളെല്ലാം എക്സ്പീരിയൻസ് ആവട്ടെ സാറേ. ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ. ഞാൻ 2 കൊല്ലത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ആ സ്ഥാപനത്തിൽ, കോഴിക്കോട് ഉള്ള ആ സ്ഥാപനത്തിൽ പോയി. മീൻസ് അവരെ കോട്ടയത്താണ് അവരെ മെയിനെങ്കിൽ പോലും ആ സ്ഥാപനത്തിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു +2 മാർക്ക് വെച്ച് എടുക്കില്ല, ഇപ്പോൾ നീറ്റിന്റെ മാർക്ക് 350 കൂടുതൽ വേണം. ആ 2 കൊല്ലം ഗ്യാപ്പ് എടുത്ത് വരുന്നത് ഞാൻ എങ്ങനെ 350 മുകളിൽ കയറാണ്? അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ചോദ്യം മോനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈലത്തിൽ നിന്ന്? ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ വേറെ എന്റെ അടിപൊളി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മുടെ ഫിനിക്സ് ഹോസ്റ്റലിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുന്നേ വേറെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. എന്റെ റൂമിൽ ഉണ്ടായിരുന്ന കുട്ടി ആ ടൈമിൽ +2 ഫെയിൽ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് സേ എക്സാം ആയിട്ട് അത് പാസ്സായത്. അങ്ങനത്തെ എല്ലാ കുട്ടികളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന, അങ്ങനെ ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന MBBS ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന 700+ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടെ പറയും ഇത് തന്നെയാണ് നമ്പർ 1 എന്ന്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഫാഷൻ ഉണ്ട് എങ്കിൽ സൈലത്തിലേക്ക് വരാം. സൈലം മൗൾഡ് ചെയ്തോളും. നമ്മളായിട്ടൊന്നും വേണം, മൗൾഡ് ചെയ്ത് എടുക്കുന്നതാണ്. ഒന്നും ആദ്യമായി നമ്മൾ കൊണ്ടുവരുന്നല്ല, ഒക്കെ ഉണ്ടാക്കി തരുവാണ് ഫ്രം ദ ബേസ്. സാധാരണക്കാർക്ക് പഠിക്കാം, സ്വപ്നം കാണുന്നവർക്ക് പഠിക്കാമെന്ന് സൈലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വന്ന് എല്ലാവരും പഠിക്കാൻ ഇങ്ങനെ ചിലതുണ്ടായാലേ മതിയാവും. സൈലം DPP ഉണ്ടാക്കിയത് ഒരിക്കലും ഓൾറെഡി കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് എൻട്രൻസ് പോയവർക്ക് വേണ്ടിയല്ല. അവരടുത്ത പ്രാവശ്യം ഈസിയായി ക്രാക്ക് ചെയ്തോളൂ എന്ന് ഞങ്ങൾക്കറിയാം. അത് സൈലത്തിന്റെ ക്ലാസ് റൂമിൽ ഇരുന്നാലും ഏത് ക്ലാസ് റൂമിൽ ഇരുന്നാലും ഇപ്പോൾ 650 റേഞ്ചിൽ നിൽക്കുന്ന ഒരാൾ അടുത്ത പ്രാവശ്യം 700 വാങ്ങിക്കോളും. ഇപ്പോൾ 550 റേഞ്ചിൽ നിൽക്കുന്ന ഒരാൾ അടുത്ത പ്രാവശ്യം 650 വാങ്ങിക്കോളും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ 300ന്റെ റേഞ്ചിൽ, ഇപ്പോൾ 200ന്റെ റേഞ്ചിൽ. അടുത്തൊരു ദിവസം ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് തൃശ്ശൂരിൽ. ഒരു മോനെന്നെ വിളിച്ചു, 200 സംതിങ് ആയിരുന്നു മാർക്ക്, ഇപ്പൊ 700ന്റെ റേഞ്ചിലേക്ക് എത്തി, 680 എത്തി. 200 സംതിങ്ങിന്റെ റേഞ്ചിൽ നിന്ന് 700. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയെ കണ്ടു. അവളുടെ കഴിഞ്ഞ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എഴുതി. ഓരോ വർഷവും താഴോട്ടാ. 650ന്റെ റേഞ്ചിൽ നിന്ന് 640ന്റെ റേഞ്ചിൽ നിന്ന് 620 ഇങ്ങനെ വന്നൊരു കുട്ടി. 300 സംതിങ്ങിന്റെ റേഞ്ചിൽ നിന്ന് 320 വരെ താണൊരു കുട്ടി. ഈ വർഷം
700-ന്റെ അടുത്തേക്ക് പോവുകയാണ്, 4-ാമത്തെ വർഷം കയറിയിട്ട്. അപ്പൊ അങ്ങനെ ട്രാൻസിഷൻ സംഭവിക്കുന്ന കുട്ടികളെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മെറ്റീരിയൽ തയ്യാറാക്കിയത്. അവർക്ക് പഠിക്കാൻ ചിലപ്പോൾ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പഠിക്കാൻ അവർക്ക് പറ്റണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ സിസ്റ്റമാറ്റിക് ആയി നോട്ട് എഴുതി പഠിക്കാൻ പറ്റണമെന്നില്ല, അവർക്ക് ഇത്ര വലിയ ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ തല കറങ്ങും. കാരണം ഉള്ള കുഞ്ഞു ടെക്സ്റ്റ് ബുക്ക് തന്നെ അവർ പഠിച്ചിട്ട് +2 പാസ്സായവരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ ചിലപ്പോൾ സ്പൂൺ ഫീഡിങ് നടത്തേണ്ടി വരും. ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അതിന് തന്നെയാണ് ഈ DPP തയ്യാറാക്കിയത്. സംഭവം നമ്മൾ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് മാപ്പിനെ പറ്റി നമ്മളൊരു അക്ഷരം മൈൻഡ് മാപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മള് ഈ ഒരു സംഭവം തന്നെ ഈ 60 പേജും നമ്മളെ കൊണ്ട് എപ്പോഴും വായിക്കാൻ പറ്റണമെന്നില്ല. അപ്പോഴാണ് നമ്മൾ മൈൻഡ് മാപ്പിനെ യൂസ് ചെയ്യുന്നത്. ആ മൈൻഡ് മാപ്പിനെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ മനസ്സിലാക്കുന്നത് ആ മൈൻഡ് മാപ്പ് നമ്മുടെ റെഫറൻസ് ആക്കി വെച്ച് നമ്മൾ തന്നെ അത് വെച്ചൊരു ഒരു പേജിന്റെ ഒരു 75% ഈ ഇതിലെ മൊത്തം കണ്ടന്റ് വരുന്ന രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്താൽ അത് ലാസ്റ്റിലേക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോഴും. അല്ലെങ്കിൽ നമ്മൾ അവസാനത്തെ ഡേ നോക്കുമ്പോൾ ഇത്ര വലിയ DPP പഠിക്കാൻ വീണ്ടുണ്ടാവും, അതൊരു ഫീൽ ആയിരിക്കും. അതേസമയം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ DPP നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങളത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയാലും അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിനെ റീകോൾ ചെയ്യാൻ ഒരു മൈൻഡ് മാപ്പ് വേണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു ഷീറ്റ് തയ്യാറാക്കിയത്. അതിന്റെ കൂടെ മോനിപ്പ പറഞ്ഞ പോലെ അഡീഷണൽ ആയി നിങ്ങളതായ ചില എക്സ്ക്ലൂസിവിറ്റികളെ കൂടെ പിൻ ചെയ്ത് വെക്കാൻ പറ്റിയാൽ ഓടിച്ച് നമുക്കത് റെഫർ ചെയ്ത് കടന്നു പോകാൻ വേണ്ടി പറ്റും. ഇപ്പോ ഞാനിവിടെ ഇരിക്കുമ്പോൾ നദീം ഇവർ രണ്ടുപേരും വന്നിരിക്കുമ്പോൾ ജസ്റ്റ് ഇവരെ കാണുന്നു, ചുമ്മാ ഇവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, പിരിയുന്നു എന്നൊക്കെ വിചാരിച്ചാ ഇവരിങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഞാനപ്പോ മൈൻഡ് മാപ്പിനെ കുറിച്ച് DPP യെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നദീം ഉടൻ എന്നോട് പറഞ്ഞത്, അയ്യോ സാർ DPP യെ കുറിച്ച് സംസാരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ DPP എടുത്തിട്ട് വരുമായിരുന്നു. കാരണം അത് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അതിനകത്ത് നിറയെ ഞങ്ങളതായ ശൈലിയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ നമ്മളതായ മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ അത് നമ്മുടെ സ്വന്തമാകുമ്പോഴാണ് നമുക്കത് അത് നമ്മളിലേക്ക് വരുന്നെങ്കിൽ നമ്മൾ അതിന് ഇഷ്ടപ്പെട്ട് നമ്മൾ തന്നെ അതിനെ മോഡിഫൈ ചെയ്ത് കറക്റ്റ് മാർക്കിങ്ങും ഹൈലൈറ്റേഴ്സ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഇതിന് യൂസ് ചെയ്താ പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെ പഠിക്കാവുന്ന ഒരു സംവിധാനമാണ് ഹൈബ്രിഡ് എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവരുടെ കൂടെ ഇരുന്നത്. ഇതുപോലെ ഓരോരുത്തരെയായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന രൂപത്തിലേക്ക് ഞങ്ങളെ ഈ വർഷം ഉയർത്തി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്. ഇവരെല്ലാവരും ഞങ്ങളുടെ ഹൈബ്രിഡ് ക്യാമ്പസിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്. ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്ന ടീച്ചേഴ്സിനൊക്കെ സങ്കടം. സത്യത്തിൽ അത് പറയരുത്, കാരണം ഇവരിവിടെ ഇരിക്കരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് ഇവരെ പഠിപ്പിച്ച് വിട്ടത്. നമ്മളോട് ടീച്ചേഴ്സ് പറയൂ, നമ്മളെ ഡോക്ടേഴ്സിനും ഇവിടുത്തെ ടീച്ചേഴ്സിനും ഒരേ അവസ്ഥയാണ്, രണ്ടാമതൊരു വട്ടം കൂടി വരണം എന്ന് പറയാൻ പറ്റില്ല, ഭേദമായി പോണെന്നല്ലേ എന്ന് പറഞ്ഞ് വിടുകയാണ്. പക്ഷെ എന്നാൽ പോലും ഇവരൊക്കെ അത്രമേൽ കുസൃതികളൊക്കെ കാണിച്ചു കൂട്ടിയ ക്ലാസ് റൂമുകളും ഞാൻ നേരത്തെ ലിനയോട് സംസാരിക്കുമ്പോഴും നദീമിനോട് ഞാൻ മനഃപൂർവ്വം ചോദിക്കാതിരുന്നത് ഇവരുടെയൊക്കെ ഇടവേളകൾ സമ്പൂർണമായും ഇവരടിച്ചു പൊളിച്ച് കടന്നുപോയ ഇടവേളകളാണ് എന്നെനിക്കറിയാം. ഇവരുടെ ഹോസ്റ്റലുകൾ, ഇവരുടെ ഫുൾ ഗ്യാങ് 10-11 പേര് തകർത്തു പോയ ഹോസ്റ്റലുകളാണ് എന്ന് എനിക്കറിയാം. അത്രയും അടിപൊളി ജീവിതം ഇവിടെ ജീവിച്ചാണ്. ഒരു കാലത്ത് ജയിലിലൊക്കെ ജീവിച്ച ആളുകളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ലൈഫ് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. ആ സെലിബ്രേഷൻ സൈലത്തിൽ സെലിബ്രേറ്റ് ചെയ്താണ് ഇവർ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. ഇവർ നേരത്തെ സംഗീത ടീച്ചറെ കുറിച്ച് നദിയും പറഞ്ഞ പോലെ ഇവര് നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഇവരെ കെട്ടിപ്പിടിക്കുന്ന ടീച്ചേഴ്സാണ് സൈലത്തിലുണ്ടായിരുന്ന ടീച്ചേഴ്സ്. എൻട്രൻസിന്റെ ഒരു കൾച്ചറിനെ ആ അർത്ഥത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം കൂടെ സൈലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വ്യക്തിപരമായി എനിക്ക് ഇവരോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്ന അത്രമേൽ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇവരെ സ്നേഹിക്കുന്ന ടീച്ചേഴ്സിനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം കൂടെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനൊപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊരു മെറ്റീരിയൽ വെക്കാൻ കഴിഞ്ഞതിൽ, ഇത് പഠിച്ചാൽ മതി എന്ന് നിങ്ങളോട് തറപ്പിച്ചു പറയാൻ കഴിഞ്ഞതിൽ, അങ്ങനെ ആർക്കും പറയാൻ പറ്റിയേക്കും, പക്ഷേ അതിനുള്ള പ്രൂഫുകൾ ഈ നീറ്റ് എക്സാം വെച്ച് സൈലത്തിനുണ്ട്. ഇത് പഠിച്ചാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ട മക്കളാണ് ഇവരെല്ലാം. ഞങ്ങൾ പറഞ്ഞു വിട്ടയിടത്ത് നിന്ന് ഇവർ വന്ന് ഇവിടെ ഇരുന്ന് പറയുന്നു ഇത് പഠിച്ചാൽ മതി എന്ന്. കാരണം ഇവരത് ബോധ്യപ്പെട്ടവരാണ്. ഈ നീറ്റ് എക്സാമിനേഷൻ സൈലം പറയുന്നത് പഠിച്ചാൽ മതി, സൈലത്തിന്റെ എക്സാമിനേഷൻ എഴുതിയാൽ മതി, ഒട്ടും ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയി നിങ്ങൾക്ക് പഠിച്ച് പോവാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും റിപ്പീറ്റ് ചെയ്യണമെന്നും ഞാൻ പറയില്ല. എല്ലാവരും മെഡിക്കലോ എഞ്ചിനീയറിങ്ങോ പ്രൊഫഷനിലേക്ക് മാറണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്
ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാം. നിങ്ങളുടെ ഉള്ളിൽ ആ പാഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട, വളരെ കൂളായി ഇങ്ങോട്ടേക്ക് വരാം. ഭംഗിയിൽ ഈ സിസ്റ്റത്തെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എൻട്രൻസ് നിങ്ങൾ കൂളായി ക്രാക്ക് ചെയ്തു പോവും. ഇങ്ങനെ മൊജിറ്റോയും ചായയും ലാബ ബണ്ണും ഒക്കെ കഴിച്ച് നമുക്ക് ജോളിയായി അടുത്ത വർഷം ഇരുന്ന് സംസാരിച്ച് പിരിയാം അല്ലേ? അപ്പൊ നമുക്ക് അവരോട് ഒരു ആൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വേറെന്താ അവരോട് പറയാനുള്ളത്? വേറെന്താ പറയാനുള്ളതെന്ന് വെച്ചാ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാറുന്നില്ല. ടെൻഷൻ അടിച്ചാൽ നമുക്ക് കിട്ടുന്നത് കുറയത്തേ ഉള്ളൂ. നദീം നിങ്ങളെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ട് നദീമിനെ കണ്ടാൽ മതി. ആ 2 വർഷത്തെ ഗ്യാപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നദീമിന് ഇഷ്ടമല്ല പറയുന്നതെങ്കിലും കൂടെയുള്ള ആളുകൾ നദീമിക്കാന്നൊക്കെ വിളിക്കുമ്പോ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അല്ലെ, പ്രായം കൂടുമെന്ന് പറയുമ്പോൾ ആൾക്ക് വിഷമമൊക്കെയാണ്. എന്നാലും പ്രായം കൂടി ഒരാൾ പറയുന്നു. അതുകൊണ്ടാണ് ലിനയോട് ചോദിക്കാത്തത്. ലിനയേക്കാൾ കുറച്ചുകൂടെ നദീം എന്ത് ചെയ്യട്ടെ, മുതിർന്ന ഒരാളായി എന്ന് പറഞ്ഞോട്ടെ, പറയും. നമ്മുടെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എപ്പോഴും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് ഇപ്പൊ പറയാൻ പറ്റും. അങ്ങനെ പറയണം, ആ ഡേ തന്നെ അത് ക്ലിയർ ചെയ്യണം. ഇവിടുത്തെ അക്കാഡമിക് ഹെഡാണ് GP സാർ. ഞാൻ ഏറ്റവും കൂടുതൽ പോയതും GP സാറിനായിട്ടാണ്. GP സാർ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി അക്കാഡമിക് ഹെഡിനുണ്ട്, സാറേ എനിക്ക് കാണണം, പറ്റുമോ? ഇല്ലല്ലോ. സാറ് എപ്പോ പോയാലും എത്ര ബിസി ആണെങ്കിലും ആ മോൻ എന്താ പ്രശ്നം, സാറിന്റെ ആ അച്ചടി ഭാഷയിലുള്ള സംസാരം, പാലക്കാടൻ ഭാഷ അല്ലെ. വേറെ നമുക്ക് പോയത് എന്തിനാന്ന് മറന്നു പോകും. സാർ ഈ പറഞ്ഞ പോലെ കേരളത്തിലൊരു എൻട്രൻസിന്റെ ഹിസ്റ്ററി മുഴുവനും കണ്ട അധ്യാപകനാണ്. ഞാൻ GP സാർക്കൊപ്പം ആദ്യമായി ക്ലാസ് എടുക്കാൻ ചെല്ലുന്നത് 2009 എൻ്റെ ഓർമ്മയിൽ. 2009 ഞാൻ സാറിൻ്റെ കൂടെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ സാറൊക്കെ വലിയ ആ കാലത്ത് വലിയ നിരയിലുള്ള ആളുകൾ, ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നു. അന്ന് മുതൽ ഞാൻ ഭയങ്കര ബഹുമാനത്തോടുകൂടെ നോക്കിക്കാണുന്ന ആളാണ് ഗീതാ പ്രസാദ് സാറ്. അപ്പൊ 2009 ഞാൻ സാറിനെ കാണുമ്പോൾ തന്നെ സാറ് കേരളത്തിലെ ഏറ്റവും സീനിയർ അധ്യാപകനാണ്. അപ്പൊ 2024 എത്തുമ്പോഴത്തേക്ക് ആ സീനിയോറിറ്റി ആഡ് ചെയ്യപ്പെട്ട് എവിടെ നിൽക്കുന്നു ആലോചിക്കാം. ഇപ്പോഴും സാർക്ക് നിങ്ങളോട് ചേർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റും. ഒരു ആ ഗ്യാപ്പേ ഫീൽ ചെയ്ത മീൻസ് ഒരു ഞാൻ ഒരു വട്ടം പോയിട്ട് എന്തൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി പോയി. സാറേ എനിക്ക് പ്രായം ഭയങ്കര കൂടുതലാണ്, ഞാൻ കരഞ്ഞു. കരഞ്ഞപ്പോ സാറിന്റെ എയിംസിലെത്തിയ ഒരു കുട്ടിയുടെ ഒരു ആശിഷിന്റെ കഥ, ആ കഥ അപ്പൊ യൂട്യൂബിൽ വന്നിട്ടില്ല. ആ സമയത്ത് എന്നോട് സാറ് പറഞ്ഞു, എന്നെക്കാളും പ്രായം കൂടിയ പലരെയും ഞാൻ പഠിപ്പിച്ച് അവരൊക്കെ പിന്നീട് വലിയ നിലയിൽ എത്തിയിരുന്നുണ്ട്. ആശിഷ് എയിംസിൽ ഇപ്പൊ ഡോക്ടറാണ്. ആശിഷിനെ കുറിച്ച് GP സാറ് പറഞ്ഞിട്ട് ഞാൻ ആ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസിൽ ആ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ഞാൻ ആശിഷിനെ വിളിച്ച് ആശിഷിനോട് വീഡിയോയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ്. അപ്പൊ അതുപോലെ തന്നെ LK സ്റ്റോറീസ് നല്ല രസമായിരുന്നു നമ്മള്. പക്ഷെ ഇക്കൊല്ലം ലാസ്റ്റ് ആണ്, കഴിഞ്ഞ കൊല്ലം കുറച്ചും കൂടെ നേരത്തെ വന്നായിരുന്നു. കാണാറുണ്ടായിരുന്നു, എല്ലാം കണ്ടായിരുന്നു അന്ന് മൊത്തം. അപ്പോ ഇക്കൊല്ലത്തെ കുട്ടിയോട് പറയാനുള്ളത്, ഫസ്റ്റ് ട്രസ്റ്റ്. നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് ട്രസ്റ്റ് ചെയ്യുന്ന ഭയങ്കര സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളോട് മറ്റേ സ്ഥാപനം ഭയങ്കര ആട്ടോ, നിനക്ക് അവിടെ പോയാൽ നന്നാവുമെന്ന് ഈ കോഴ്സിന്റെ ഇടയിൽ പറയും പലരും വരും. എന്ന് വെച്ചാൽ അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഒരു ടൈമിൽ ഞാൻ അതിലങ്ങ് പെട്ടുപോയിട്ട് ഞാൻ പോവാണ് ഇത് ശരിയല്ല, സ്റ്റൈല് ശരിയല്ല, പോയി. അന്ന് ആദിൽ സാറിന്റെ ക്ലാസ്സിൽ വന്നു. സാറിനെ തൂക്കി, എന്താടാ വല്ലാത്തൊരു മൂഡിലിരിക്കുന്നത് എന്നിട്ട് സാറ് സംസാരിച്ചു. സാറ് എല്ലാരും ഇങ്ങനെയാ പറയുന്നത്, ശരിയല്ല, മറ്റേ സ്ഥാപനങ്ങളൊക്കെ ഭയങ്കരമാണല്ലോ, ഞാൻ അങ്ങോട്ട് പോയി. അപ്പൊ സാർ ഒരു മണിക്കൂർ എന്നോട് സംസാരിച്ചു. അപ്പൊ തന്നെ ഞാൻ പക്ക ഓക്കെ. ആൻഡ് ഇപ്പോ എന്റെ മാർക്ക് എന്ന് പറയുന്നത് ആദിൽ സാർ അന്ന് പറഞ്ഞ മൊത്ത സാധനങ്ങളും സത്യമാണ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ശരി എന്നുള്ളത് ഇപ്പൊ എനിക്ക് സാർ എന്നിലൂടെ തന്നെ പ്രൂവ് ചെയ്തെന്ന് കാണിച്ചു തന്നു. മറ്റു സ്ഥാപനം എന്ന് വെച്ചാൽ അത് എന്നോട് അന്ന് തന്നെ പറഞ്ഞു, ഒരു 99.9% കുട്ടീനെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കുക, വലിയൊരു റാങ്ക് അടിക്കുക, അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതേപോലെ നിന്നെ ഇത്രയും വലിയ ഇതിലേക്ക് എത്തിച്ചത് ഞങ്ങൾ തന്നെയാണ്. അപ്പോ ഇത്രയും എത്തിച്ചത് ഇനി ഇത്തിരി കൂടി മോള് കാറ്റാൻ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൽ പറഞ്ഞ പോലെ എത്തിക്കാൻ പറ്റിയില്ലേ? ഉറപ്പായിട്ടും. അവരൊക്കെ ഭയങ്കര ഹാപ്പിയായ. ഉപ്പാക്ക് ഞാൻ ഒന്നാമത് ഈ ഫീൽഡിലേക്ക് വരുന്ന ഇഷ്ടമല്ല. ഉപ്പാക്ക് ഈ ഫീൽഡ് അത്ര ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഉമ്മയാണ് ഇതിനെ മെയിനായിട്ട് എന്താ പറയാ, ഇതിനെ ഫുൾ നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവരാനും എന്ത് പ്രശ്നമായാലും. ഉമ്മ ഒരുപാട് നാട്ടുകാരോടൊന്നും എല്ലാ വീട്ടുകാരോടൊന്നും ഫാമിലിൻ്റെ ഒന്നും ഭയങ്കര പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട്. ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല.
തീർന്നില്ലേ ഉമ്മയ്ക്ക്? മൊത്തം തീർന്നു, ഭയങ്കര ഹാപ്പി. മോൾക്കോ ഉപ്പയും ഉമ്മയൊക്കെ ഹാപ്പിയാണോ? ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയാം എന്റെ മോൾ എൻട്രൻസിനാ പഠിക്കുന്നത്. അപ്പോഴൊക്കെ എനിക്കൊരു ടെൻഷനായി, ഞാൻ പഠിച്ചോനെ ഇത് കിട്ടിയില്ലേ ഇപ്പൊ പോലെ മുമ്പിലൊക്കെ പേപ്പർ ആവൂലേന്ന് വിചാരിച്ച് ഒരു സമാധാനായി. ഉപ്പാക്ക് എനിക്ക് ഒരു 620+, 620+ വേണമെന്ന് മാത്രമേ എന്റെ ഉപ്പാക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മാർക്ക് ഉമ്മ ഞെട്ടി. അപ്പോ ഉമ്മയും ഉപ്പയും ഒക്കെ ഞെട്ടി അഭിമാനിച്ച് രസമായിരിക്കുന്ന കഥകളാണ് ഇവരെല്ലാവരും പറയുന്നത്. ആ രീതിയിലേക്ക് അടുത്ത വർഷം നമുക്ക് എത്തണം. അതുകൊണ്ട് കൂളായിരുന്നോളൂ. ചിലപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ +2 എക്സാമിനേഷൻ നമ്മൾ മോശമായി പോയിട്ടുണ്ടാവും, അല്ലേ? ആളുകൾ വലിയ റിസൾട്ടിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ പ്രാവശ്യം റിസൾട്ട് മോശമായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് പൊട്ട ഡൗട്ടുകളും ചോദിക്കാവുന്ന, നിങ്ങൾക്ക് എത്ര റിലാക്സ്ഡ് ആയി ഇരിക്കാവുന്ന, കൂളായി പഠിക്കാവുന്ന ഒരു ക്ലാസ് മുറി തന്നെയാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. നിങ്ങൾ വന്നാലും ഇല്ല എങ്കിലും നിങ്ങൾ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ പരാജയമാണ് എന്ന് വിചാരിക്കരുത്. എല്ലാവരും സൈലത്തിലേക്ക് വരണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ടെൻഷനിൽ എങ്ങോട്ടേക്കും പോകരുത്, സ്ട്രെസ്ഡ് ആവരുത്. ലൈഫിൽ ഒരിക്കലും നിങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ ഒരു നല്ല കാലം വരാനുണ്ട്. അടിപൊളിയായി പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റാൻ. ഓൾ ദി ബെസ്റ്റ്.